ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഈശ്വർ വിനായകസ്കൻ. ഞാൻ ഐസർ ബർഹംപൂറിൽ തേർഡ് ഇയർ കെമിസ്ട്രി BSMS സ്റ്റുഡൻ്റാണ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ വർഷം നടന്ന ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 2024 കെമിസ്ട്രിയുടെ ചോദ്യപേപ്പറാണ്. അപ്പോൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ചാപ്റ്ററിലെ ഏതൊക്കെ സ്പെസിഫിക് റീജിയനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഏതൊക്കെ ഭാഗമാണ് നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്. അങ്ങനെയൊക്കെ പഠിച്ചാൽ ആ ഒരു നമ്മൾ സ്മാർട്ട് വർക്കിൽ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പം കുറച്ചുകൂടെ കാര്യങ്ങളെ ഫീസിബിൾ ആവും. നമുക്ക് എളുപ്പം കാര്യങ്ങളെ ടാക്കിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഒരു സ്മാർട്ട് വർക്കിൽ ഇതിനെ അപ്രോച്ച് ചെയ്താൽ നിങ്ങൾക്ക് വളരെ സൂപ്പറായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റും. അപ്പോൾ തൊട്ടടുത്ത് തന്നെ 2024 കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതേപോലെ തന്നെ നമ്മൾക്കുള്ളൊരു ടീം ഈ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ എല്ലാം വളരെ രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബെഞ്ചിൽ കുറേ പേര് ഇരുന്നിട്ട് വളരെ വളരെ മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ വിശകലനം ചെയ്തിട്ട് ഇതേപോലുള്ള കുറച്ച് മോക്ക് ടെസ്റ്റുകൾ 12 മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ഉണ്ടാക്കി തയ്യാറായി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നമ്മൾ വളരെ അധികമായിട്ട് എന്താ പറയുക, ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ സ്മാർട്ട് വർക്കിലൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്തൊരു കാര്യമാണ്. അതേപോലെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കി 12 മോക്ക് ടെസ്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇരിക്കും. ഇപ്പം ഇങ്ങനൊരു 12 ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ ഈ എക്സാം എഴുതുന്ന പോലുള്ളൊരു രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്താൽ നിങ്ങൾക്ക് വളരെ എളുപ്പവും കാര്യം. അപ്പം നിങ്ങൾ 12 മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. നിങ്ങളെല്ലാവരും കൂടി ഒന്ന് കടന്നു പോയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് കുറച്ച് മുന്നായിട്ട് കുറച്ച് നിങ്ങൾ പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എഴുതുക. നിങ്ങളുടെ ഉത്തരം എഴുതുക. എന്നിട്ട് നിങ്ങൾ ഉടനെ നിങ്ങളുടെ ഉത്തരം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഓപ്ഷൻ ഏതാണോ എന്ന് പറഞ്ഞാൽ നിങ്ങളത് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും എന്താണ് നമ്മുടെ വീഡിയോ പ്ലേ ചെയ്യുക. അപ്പം നിങ്ങൾ എന്നിട്ട് എൻ്റെ ഉത്തരം ശരിയാണോ എന്ന് നോക്കുക. ഇനി നിങ്ങളുടെ ഉത്തരം ശരിയാണെന്ന് ഇരിക്കട്ടെ, സൊല്യൂഷൻ ഫുള്ള് കാണുമോ? കാരണം ഞാൻ ഈ ഒരു ക്വസ്റ്റിനിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട കുറച്ച് തിയറിയും അല്ലെങ്കിൽ എങ്ങനെ ഞാൻ ആൻസറിലേക്ക് എത്തിയെന്ന് മാത്രമല്ല പറയാൻ പോകുന്നത്. വളരെ വ്യക്തമായിട്ട് ആ പാഠത്തിൽ നിന്ന് ചോദിക്കാവുന്ന വളരെ എല്ലാ കാര്യങ്ങളും വളരെ ഡിസ്കസ് ആയിട്ട് ഇനിയും ആ ഒരു ഞാൻ പറഞ്ഞ തിയറിന് ഏതൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യാൻ കൂടെ ഞാൻ പറയും. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം മാത്രമായിരിക്കത്തില്ല എൻ്റെ ഒരു എൻ്റെ പറയുന്ന ഒരു സൊല്യൂഷൻ വേ. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പം നമുക്ക് പോവാം. ഓക്കെ. അപ്പം നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും ആദ്യത്തെ ചോദ്യം വളരെ എളുപ്പമാണ്. ആ ക്വസ്റ്റ്യൻ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇഫ് ആൻ എലമെന്റ് ഓഫ് വിത്ത് Z120 ഈസ് ഡിസ്കവേർഡ്, ദെൻ വിച്ച് ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ് വിൽ ഇറ്റ് ബിലോങ്സ് ടു? നമുക്ക് ഒരു കാര്യം അറിയാം, അവിടെ 118 വരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 118ാമത്തെ എലമെന്റിന്റെ പേരെന്താ? 118ാമത്തെ എലമെന്റിന്റെ പേര് നമുക്കറിയാം, ഒഗാൻസൺ. അതേതാ? അത് OG എന്ന് നമ്മൾ വിളിക്കുമല്ലേ, ഷോർട്ട് ഫോമിൽ OG എന്ന് വിളിക്കും. 118ാമത്തെ ഇവൻ ഏത് ഗ്രൂപ്പിൽ? നമ്മുടെ ഒരു പീരിയോഡിക് ടേബിളിൽ നമുക്കറിയാം 18 ഗ്രൂപ്പും 7 പീരീഡും ഉണ്ട്. അപ്പൊ ഈ 118ാമത്തെ ഒഗാൻസൺ 7th നോബിൾ ഗ്യാസ് അല്ലേ? നോബിൾ ഗ്യാസ് എന്ന് പറയുന്ന പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പിലെ 7th എലമെന്റ് അല്ലേ ഇവൻ, ഒഗാൻസൺ. അപ്പോൾ നമുക്ക് അറിയാലോ 120 ആണ് നമുക്ക് തന്നെ. അപ്പൊ 118ന് 110 20 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം 120 ഏത് ഗ്രൂപ്പിലാണെന്ന് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, പാടാ മക്കളെ. അപ്പോൾ നമുക്കറിയാം 118 നോബിൾ ഗ്യാസ് അങ്ങേ അറ്റത്ത് കിടക്കുന്നവനാണ്. അത് കഴിഞ്ഞ് നമ്മൾ 118 വരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് ഗ്രൂപ്പ് ഏതാ? ഫസ്റ്റ് ഗ്രൂപ്പായിട്ടുള്ള ആൽക്കലി മെറ്റൽസിലല്ലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ആൽക്കലി മെറ്റൽസ്. അതേതാ? 119 അല്ലേ? അതെ. ഇനി സെക്കൻഡ് ഗ്രൂപ്പ് ഏതാ മക്കളെ? സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആൽക്കലി എർത്ത് മെറ്റൽസ് അല്ലേ? അവിടെ ആയിരിക്കത്തില്ലേ മക്കളെ 120ാമത്തെ എലമെന്റ് അൺഡിസ്കവേർഡ് ആയിട്ടുള്ള എലമെന്റ് പോകാൻ പോകുന്നത്? വളരെ എളുപ്പമല്ലേ അതിൻ്റെ ഉത്തരം? അപ്പോൾ 120
അപ്പൊ നമുക്ക് ഇതിന്റെ ഉത്തരം എഴുതാലോ. ഓപ്ഷൻ എ, ആൽക്കലി എർത്ത് മെറ്റൽസിലായിരിക്കും 120 എന്ന് പറഞ്ഞ അൺഡിസ്കവേർഡ് ആയിട്ടുള്ള, ഇതുവരെ ഡിസ്കവർ ചെയ്തിട്ടുള്ള, ഇനി അതൊരിക്കൽ ഡിസ്കവർ ചെയ്ത, നമ്മൾ പറഞ്ഞു 118ാമത്തെ എലമെന്റ് വരെ നമ്മൾ കണ്ടുപിടിച്ചത് ഒഗാൻസൺ ആണ്. അപ്പൊ ആ ഒഗാൻസൺ കഴിഞ്ഞിട്ട് 118ആണ് അതിൻ്റെ. 118 കഴിഞ്ഞ് 110 120 വരുമ്പോൾ അത് ഉറപ്പായിട്ടും സെക്കൻഡ് ഗ്രൂപ്പിലോട്ടായിരിക്കും പോകുന്നത്. സെക്കൻഡ് ഗ്രൂപ്പ് ആൽക്കലി എർത്ത് മെറ്റൽസ് എന്നാണെന്ന് പറഞ്ഞിട്ടു. അത് ഓപ്ഷൻ എ അല്ലേ അതിന്റെ ഉത്തരം? പക്ക അല്ലേ മക്കളെ? പക്ക അല്ലേ? പക്ക അല്ലേ? എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ലല്ലോ. ഇനി ഇതിന്റെ കൂടെ നമുക്കൊരു കാര്യം കൂടെ പറയാം. ഈ 120 എന്ന് പറയുമ്പോൾ അതിനൊരു വേറൊരു പേരും കൂടെ നമുക്ക് പറയാമല്ലോ. എൻ്റെ മക്കൾക്ക് അറിയാം, പീരിയോഡിസിറ്റിയിൽ നമ്മൾ പഠിക്കുന്നത് ഉൻ ബിൻ നിലിയം. ഉൻ ബിൻ നിലിയം, അങ്ങനെ കൂടി ഇതിനെ പറയാമെന്ന് നിങ്ങൾ ഈ സമയത്ത് ആലോചിക്കുക. ഉൻ ബിൻ നിലിയം എന്നും കൂടെ ഈ 120ാമത്തെ ഇതിന് പറയാലോ. സെറ്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അത് വന്നിരിക്കുന്ന ഈ IIT എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ. പോയിന്റ് ഓഫ് വ്യൂവിൽ IIT എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് മക്കളെ കെമിക്കൽ ബോണ്ടിങ്. നിങ്ങൾ ഒരു തരത്തിലും അതിനകത്ത് ഒരു ഭാഗവും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. എല്ലാം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് N2CO ആൻഡ് NO+? ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റ് N2CO NO+നെ വെച്ച് നോക്കുമ്പോൾ ഏത് കാര്യങ്ങളാണ്, ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിൻസിനെ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു സബ്ജക്റ്റീവ് എക്സാമിനേഷനേ അല്ല. നിങ്ങൾ 10ലോ +1ലോ+2ലോ പഠിച്ച പോലെ തന്നെ എന്തിനെ കുറിച്ച് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, സിഒനെ കുറിച്ച് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, NO+ കുറിച്ച് അറിയാവുന്ന ഒരു കാര്യങ്ങൾ, അങ്ങനെ ഒന്നും ഒരിക്കലും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഓപ്ഷൻസിലേക്ക് നോക്കുക. ഐസോ ഇലക്ട്രോണിക്, ഐഡന്റിക്കൽ ബോണ്ട് ഓർഡർ എന്നാണ് ഈ ഒരു രണ്ട് ടൈംസ്. നിങ്ങൾ എല്ലാ ഓപ്ഷനിലും നോക്കുക. ഐസോ ഇലക്ട്രോണിക് ഇതുണ്ട്, ഐഡന്റിക്കൽ ബോണ്ട് ഓർഡർ എന്നുണ്ട്, ഐസോ ഇവിടെ ഒക്കെ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം എന്താ? ഈ ഓപ്ഷൻസിനനുസരിച്ചുള്ള ഉത്തരങ്ങളിലേക്ക് നിങ്ങൾ എത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഈ തന്നിരിക്കുന്ന 3 അവന്മാരുടെ എന്തായാലും ഇലക്ട്രോൺസ് കണ്ടുപിടിക്കുക. ഐസോ ഇലക്ട്രോണിക് ആണ്, ഇലക്ട്രോൺസ് കണ്ടുപിടിക്കുക. അപ്പൊ N2 എന്ന് പറയുമ്പോൾ 7 + 7 = 14 ഇലക്ട്രോൺ അല്ലേ മക്കളെ? CO നോക്ക്, CO എന്ന് പറഞ്ഞാൽ 6 + 8, അതും 14 ഇലക്ട്രോൺ ആണല്ലോ. ഇനി NO+ നോക്ക്. NO+ എന്ന് പറയുമ്പോൾ 7 + 8 15. എടാ, അവിടെ പ്ലസ് ചാർജ് ഇല്ലേ? NO2+ എന്നല്ലേ? അപ്പോൾ ഒരു ഇലക്ട്രോൺ അവിടെ നിന്ന് പോയല്ലോ. അപ്പോൾ അതും അതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് 14 ഇലക്ട്രോണിലേക്ക് വരത്തില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്തായാലും ഈ 2 ഓപ്ഷൻസിലാവാൻ സാധ്യതയുണ്ട്. കാരണം ഇതിനകത്ത് രണ്ടുമാണ് ഐസോ ഇലക്ട്രോണിക് എന്ന് പറഞ്ഞേക്കുന്നത്. കാരണം ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് നോട്ട് ഐസോ ഇലക്ട്രോണിക്. അപ്പോൾ ഇതെന്തായാലും തെറ്റാ. ഇതിനകത്ത് ഇത് ഐസോ ഇലക്ട്രോണിക് നോർ ഹാവ് ഐഡന്റിക്കൽ ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതും തെറ്റാ. അപ്പോൾ നമുക്ക് കൺക്ലൂഷനിലേക്ക് എത്താം. ഇതും തെറ്റാണെന്ന് എത്താം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ആവാം ഓപ്ഷൻസ് എന്ന് പറയാം. അപ്പോൾ ഇനി ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുക. ഈ 3 കേസിനെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുക. അപ്പോൾ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ട്രഡീഷണൽ വേ എന്താണ്, മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ഡയഗ്രാം അനുസരിച്ച് അപ് ടു 14 വരുന്ന ഇലക്ട്രോൺ നിങ്ങൾക്ക് σ*1s, σ1s, σ*2s എന്ന് പറയുന്ന ഒരു അപ് ടു 14 ഇലക്ട്രോൺസ് വരും ഒരു ഇലക്ട്രോണിക് റേഷ്യോ. ആ 14 ഇലക്ട്രോണോ 14 മുതൽ 14 ഇലക്ട്രോണോ അതിൽ താഴെ വരുന്ന കോംപ്ലക്സുകൾക്ക് ഒരു ഇത് എന്താണ്, ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷനും മോളിക്കുലർ ഓർബിറ്റൽ തിയറി വെച്ച് അനുസരിച്ചുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനും 14 ഇലക്ട്രോണിന് മുകളിൽ വരുന്ന ഒരു സാധനങ്ങൾക്ക് വേറൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഞാൻ അത് എഴുതിയിരിക്കാറുണ്ട്. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ പ്രിസൈസ് ആയിട്ട് നിങ്ങൾക്ക് എന്താണോ ഉത്തരങ്ങൾ, എന്താണോ ചോദ്യങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആൻഡ് ഇതായിട്ട് പറയുന്ന കാര്യം. ഇത് ഡയറക്റ്റ് NCERT ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഡൗട്ട് തോന്നുവാണ്, നിങ്ങൾ NCERT എടുക്കുക. NCERT പേജ് തുറന്നിട്ട് കോൺഫിഗറേഷൻ ഉണ്ട്. ഈ കോൺഫിഗറേഷൻ എഴുതി ഇത് ചെയ്യേണ്ട, നമുക്ക് ഇത് പറയേണ്ട ആവശ്യമില്ല. കാരണം അത് വളരെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടാണ്. ഞാൻ അത് വീണ്ടും എടുത്ത് സമയം നൽകും. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ്, ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നമുക്ക് ഈ N2 14 ഇലക്ട്രോൺസ്, N2ന്റെ കേസ് പറയുമ്പോൾ 14, 3 14 ഇലക്ട്രോൺ ആയതുകൊണ്ട് കുഴപ്പമില്ല. 3 നമ്മൾ എന്ത് ചെയ്യുക, ഈ സാധനം അങ്ങോട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലോട്ട് ഈ ഇലക്ട്രോൺ അറേഞ്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്കറിയാം ബോണ്ട് ഓർഡറിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ½ NB - NA ആണ്. NB എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസും, NA എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസും. ഇങ്ങനെ പെയർ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. ശരിയല്ലേ? അങ്ങനെ എഴുതാം.
പക്ഷേ ഈ ക്വസ്റ്റ്യൻസിനെ നിങ്ങൾക്ക് വേറൊരു രീതിയിൽ അപ്രോച്ച് ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ ആ ഒരു ട്രഡീഷണൽ പാത്വേ മെത്തേഡ് ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് 14 ഇലക്ട്രോൺ ഉള്ളൊരു കോംപ്ലക്സ് ആണ് ഉള്ളതെന്ന് വെക്കുക. ഓക്കെ. 14 ഇലക്ട്രോൺ ഉള്ളൊരു കോംപ്ലക്സ് ആണെന്ന് വെക്കുക. അതിന്റെ ബോണ്ട് ഓർഡർ എപ്പോഴും 3 ആയി. 14 ഇലക്ട്രോൺ ഉള്ള ഒരു കോംപ്ലക്സ് ആണ്. അതിന്റെ ബോണ്ട് ഓർഡർ 3 ആയി. അപ്പൊ സാറേ ഈ ഒരു കാര്യം ഈ ഒരു ചോദ്യത്തിന് മാത്രമല്ലേ ഉപയോഗിക്കാൻ പറ്റൂ എന്ന് നിങ്ങൾ എൻ്റെ മക്കൾ എന്നോട് ചോദിച്ചു. അല്ലടാ, നമുക്ക് ഏതൊരു കാര്യത്തിലും നമുക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാം. അപ്പൊ 14ൽ നിന്ന് നിങ്ങൾ ഒരു ഇലക്ട്രോൺ കൂട്ടുവോ ഒരു ഇലക്ട്രോൺ കുറയ്ക്കുവോ എന്ന് പറഞ്ഞാൽ ഇത് 15 ഇലക്ട്രോൺ ആക്കി, ഇത് 13 ഇലക്ട്രോൺ ആക്കി. അപ്പോൾ എന്താണ് ബോണ്ട് ഓർഡറിന് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അര വെച്ച് കുറയും. നിങ്ങൾ ഒരു ഇലക്ട്രോൺ കൂട്ടിക്കോ ഒരു ഇലക്ട്രോൺ കുറച്ചോ ഒരു കുഴപ്പമില്ല, ഞങ്ങൾ അര വെച്ച് കുറയും. അപ്പൊ അര വെച്ച് കുറയും, അര വെച്ച് കുറയും. അപ്പോൾ ഇതെത്രയായി? 2.5 ആയില്ലേ ഇതിന്റെ ബോണ്ട് ഓർഡർ? ഇതിന്റെ 2.5 ആയില്ലേ ബോണ്ട് ഓർഡർ? ഓക്കെ അല്ലേ? അപ്പോ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ സാറേ ഒരു ഇലക്ട്രോൺ ഉള്ളൂ, അപ്പം 2-3 ഇലക്ട്രോൺ പറഞ്ഞാലോ എന്തോ പറ്റും? അപ്പൊ നമ്മൾ നോക്കിയാൽ നിങ്ങൾ മിടുക്കനാണ് എന്ന് പറഞ്ഞാൽ 12 ഇലക്ട്രോണിന്റെ 12 ഇലക്ട്രോൺ ഉള്ള ഒരു കോംപ്ലക്സിന്റെ ബോണ്ട് ഓർഡർ എത്ര? അയ്യോ, 12 എന്ന് പറയുമ്പോൾ 14ൽ നിന്ന് 2 ഇലക്ട്രോൺ കൂട്ടും. അപ്പൊ 2 ഇലക്ട്രോൺ കൂടുമ്പോൾ 0.5 ഇൻറ്റു 2 1. ഒരെണ്ണം വെച്ചിട്ട് കുറയും. ഈ 3 എന്നുള്ളത് 2 ആവും ബോണ്ട് ഓർഡർ. എന്തിന്? 12 ഇലക്ട്രോൺ കോംപ്ലക്സ് ആണെങ്കിൽ. 12 ഇലക്ട്രോൺ കോംപ്ലക്സ് ആകുമ്പോൾ 2 ഇലക്ട്രോൺ കുറഞ്ഞു. ആസ് എ റിസൾട്ട് അതിന്റെ ബോണ്ട് ഓർഡർ എന്ത് സംഭവിക്കും? രണ്ട് ഒരു യൂണിറ്റ് വെച്ച് കുറഞ്ഞ് 2 ആവും. അപ്പോൾ 17 ഇലക്ട്രോൺ ആണ്. 16 ഇലക്ട്രോൺ ആണെങ്കിലോ? 16 ഇലക്ട്രോൺ ആണെങ്കിൽ അത് തന്നെ 2 ഇലക്ട്രോൺ കൂടി. അപ്പൊ എന്ത് സംഭവിക്കും? 2 ഇലക്ട്രോൺ കൂടിയുണ്ട്. അപ്പൊ ഇത് ഇത്രയും വെച്ച് കുറയും. എത്ര വെച്ച് കുറയും മക്കളെ? ഒരു യൂണിറ്റ് വെച്ച് കുറഞ്ഞ ബോണ്ട് ഓർഡർ 2 ആയിട്ട് മാറും. അത് ഓക്കെ അല്ലേ? നിങ്ങൾ എല്ലാം ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഈ 3 ഇതിന്റെയും ഇതുപോലെ നോക്കുമ്പോൾ 14 ഇലക്ട്രോൺസ് ആണ് എല്ലാത്തിലും വരുന്നത്. അപ്പൊ നമുക്കറിയാം ബോണ്ട് ഓർഡർ ഇതിന്റെയും ഐഡന്റിക്കൽ ആയിരിക്കും, ബോണ്ട് ഓർഡർ 3 ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓപ്ഷൻ എ ടിക്ക് ചെയ്ത് പോവാം. ഓപ്ഷൻ എ ആണ് ഉത്തരം. These are isoelectronics and have identical bond order. ഓക്കെ അല്ലേ? ഇനി ഐഡന്റിക്കൽ ബോണ്ട് ഓർഡർ ഓക്കെ ശരിയല്ലേ? ഓപ്ഷൻ എ ആണ് ഉത്തരം. നമുക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ പറയാം. ഐസോഇലക്ട്രോണിക് ആണോ നിങ്ങളുടെ കോംപ്ലക്സ്, അതിന് എന്തായാലും അതിന്റെ ബോണ്ട് ഓർഡർ സെയിം ആയിരിക്കും മക്കൾ, ഐസോഇലക്ട്രോണിക് ആണെങ്കിൽ. പിന്നെ ഇതിനകത്ത് മക്കൾക്ക് വേറൊരു ട്രിക്ക് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ ചോദ്യത്തിന്റെ കുറച്ച് ഇടയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്, പക്ഷെ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാവുന്ന കാര്യമാണ്. നമുക്കറിയാം പാരാമാഗ്നറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും ഡയാമാഗ്നറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഈ പരീക്ഷയ്ക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചു വരും. അപ്പോൾ പാരാമാഗ്നറ്റിക്കും ഡയാമാഗ്നറ്റിക്കും, അപ്പോൾ ഓൾ ഈവൻ കോംപ്ലക്സസ് എന്ന് പറഞ്ഞാൽ 12, 14, 16, 18, 10, 14 ഒക്കെ പറയും. ഓൾ ഈവൻ കോംപ്ലക്സസ് എന്താണ്? ഓൾ ഈവൻ കോംപ്ലക്സസ് ഡയാമാഗ്നറ്റിക് ആണ്. എക്സെപ്റ്റ് 10 ആൻഡ് 16 ഇലക്ട്രോൺ കോംപ്ലക്സ്. ഇതിനകത്ത് ഓൾ പ്ലസ് 10 ആൻഡ് 16 ഇലക്ട്രോൺസ്. അപ്പൊ ഇതൊരു കാര്യം മക്കളെ ശ്രദ്ധിക്കണേ. പാരാമാഗ്നറ്റിക്കും ഡയാമാഗ്നറ്റിക്കും നമ്മളോട് ചോദിക്കും ഇതേ ഏരിയന്ന് എല്ലാ ഈവൻ കോംപ്ലക്സും 10ഉം 16ഉം ഒഴിച്ചിട്ട് എന്താണ് ഡയാമാഗ്നറ്റിക്. എല്ലാ ഈവൻ കോംപ്ലക്സസും ഡയാമാഗ്നറ്റിക് ആണ് 10ഉം 16ഉം ഒഴിച്ചിട്ട്. എല്ലാ ഓഡ് കോംപ്ലക്സും നോ എക്സെപ്ഷൻ എല്ലാ ഓഡ് കോംപ്ലക്സും പാരാമാഗ്നറ്റിക് ആണ്. 10ഉം 16ഉം പാരാമാഗ്നറ്റിക് ആണ്. അത് ഈവൻ ആയിട്ട് കൂടുക. ആ 10ഉം 16ഉം എങ്ങനെയാണ് ആയെന്ന് പറഞ്ഞാൽ നിങ്ങൾ MOT മോളിക്കുലാർ ഓർബിറ്റൽ തിയറം അനുസരിച്ചുള്ള എന്താണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറം അനുസരിച്ചുള്ള ഡയഗ്രാം ഉണ്ടല്ലോ, MOTD ഡയഗ്രാം. ആ ഡയഗ്രാമിനകത്ത് ഇങ്ങനെ വരച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ഒരു പാരാമാഗ്നറ്റിക് ഉണ്ടാവാനായിട്ട് അവിടെ ഒരു അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് 10ഉം 16ഉം ഇലക്ട്രോൺ കോംപ്ലക്സസും ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. ഇനി നമ്മൾ പോകുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനകത്ത് ഇതിനകത്ത് ഈ വിച്ച് വൺ ഓഫ് ദ കോംപ്ലക്സ് എക്സിബിറ്റ് മാഗ്നറ്റിക് മൂവ്മെന്റ് ക്ലോസ് ടു 2 ബയർ മാഗ്നട്രോൺ. ഓക്കെ, 2 ബയർ മാഗ്നട്രോൺ എന്താണ്? മാഗ്നറ്റിക് മൂവ്മെന്റ് ആണ് ചോദിച്ചേക്കുന്നത്. എന്താണ് ചോദിച്ചേക്കുന്നത്? മാഗ്നറ്റിക് മൂവ്മെന്റ്. മാഗ്നറ്റിക് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ഒരു എന്താണ് മാഗ്നറ്റിക് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു കോംപ്ലക്സ് ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, മാഗ്നറ്റിക് മൂവ്മെന്റ്
കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് എൻ്റെ മക്കൾക്ക് അറിയാമല്ലോ. റൂട്ട് എൻ ഇൻറ്റു എൻ പ്ലസ് ടു. ഓക്കെ അല്ലേ? റൂട്ട് എൻ ഇൻറ്റു എൻ പ്ലസ് ടു ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടി. അപ്പം നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എന്നിന് ഞാൻ ചുമ്മാതെ 1 എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് മാഗ്നറ്റിക് മൊമെൻറ്റ് റൂട്ട് 1 ഇൻറ്റു 1 പ്ലസ് 2 3 എന്ന് എഴുതി. റൂട്ട് 3 എനിക്ക് 1.7 എന്ന് എഴുതി. ഇത് ക്ലോസ് ടു 2 അല്ലേ? ഓക്കെ. അപ്പം എനിക്ക് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് 1 ആണെന്ന് എനിക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഏറെക്കുറെ ഉറപ്പാണ് 2 രൂപ. അപ്പം ഇതെനിക്ക് കംപ്ലീറ്റ്ലി ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ N2 ഇട്ട് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം ഞാൻ N2 ഇട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുമ്പോൾ N is equal to 2, മാഗ്നറ്റിക് മൊമെൻറ്റ് is equal to 2 ഇൻറ്റു 4 റൂട്ട് 6. അയ്യോ, റൂട്ട് 6ൻ്റെ വാല്യൂ എന്തായാലും 2-നേക്കാൾ വലുതാണെന്ന് നമുക്കറിയുന്നുണ്ട്. നമുക്ക് ഈ കാര്യം നെഗ്ലക്റ്റ് ചെയ്യാം. ഈ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താം. N is equal to 1 ആണ്. നമ്മുടെ N is equal to 1 എന്ന് പറഞ്ഞാൽ 1 അൺപെയർഡ് ഇലക്ട്രോൺസ് ഇതിനകത്ത് പ്രസൻ്റ് ആയിരിക്കും. ഈ 4 കോംപ്ലക്സിൽ ഏതിനകത്താണോ 1 ഇലക്ട്രോണ് അൺപെയർഡ് ആയിട്ടുള്ളത് അതിൻ്റെ അകത്ത് അപ്പം അതാണ് ആ ഒരു ഏതാണോ അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ളത് അതായിരിക്കും നമ്മുടെ മാഗ്നറ്റിക് മൂവ്മെൻറ്റ് ക്ലോസ് 2 കാണിക്കുന്ന എന്താണ് ഉത്തരമെന്ന് നമുക്ക് കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റും. അപ്പം ഈ ചോദ്യത്തിനകത്ത് തന്നെ വേറൊരു ചോദ്യമുണ്ട് കേട്ടോ, മക്കളോട് ചോദിച്ചു. ഇതിനകത്തൊരു നല്ല കാര്യം ഇവർ പറഞ്ഞിട്ടുണ്ട്. മാഗ്നറ്റിക് മൂവ്മെൻറ്റ് ക്ലോസ് ടു 2 ബാർ മാഗ്നറ്റോൺ. ഇത് വേണമെങ്കിൽ അവർക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് മൂവ്മെൻറ്റ്? ഉറപ്പായിട്ടും ചോദിക്കുന്നത് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് മൂവ്മെൻറ്റ്? ഇറ്റ് ഈസ് എ ബോർ മാഗ്നറ്റോൺ. നമ്മൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കും എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വേറെ എക്സാമ്പിൾ പറഞ്ഞു. ഞാൻ എഴുതിയ ഐസർ എക്സാമിൻ്റെ ഒരു ചോദ്യമാണ്. കെമിസ്ട്രി അല്ല, ഞാൻ ഫിസിക്സിലെ കാര്യമാണ്. ഫിസിക്സിൽ കൈനറ്റിക് തിയറി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനകത്ത് ഒരു ഭാഗമുണ്ട് മീൻ ഫ്രീ പാത്ത്. ഞാൻ ചോദിച്ചപ്പോൾ അതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം 1 is equal to 1 by root n is equal to 1 by root 2 pi NDR². അതാ ഇക്വേഷൻ. സ്പ്ലേറ്റ് ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഈ കാണുന്ന പോലെ വലിയ പ്രയാസമൊന്നുമില്ല ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യണമെന്ന്. നിങ്ങൾ വളരെ ചിട്ടായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ഈ എക്സാമിന് അപ്രോച്ച് ചെയ്യണം. ഇതൊന്നുമല്ല. അപ്പോൾ ഇത് തന്നെ ഒരു ചോദ്യമാണ്. മാഗ്നറ്റിക് മൂവ്മെൻറ്റ് ക്ലോസ് ടു 2 ബാർ മാഗ്നറ്റോട് നിൽക്കുന്നത് എന്താണ്? അപ്പം എന്താണ് മാഗ്നറ്റിക് മൂവ്മെൻറ്റിൻ്റെ യൂണിറ്റ് എന്ന് ചോദിക്കാൻ നിങ്ങൾ ഓർത്ത് ബോർ മാഗ്നറ്റ്. ഓക്കെ. അപ്പോൾ ഈ ഒരു സാധനത്തിനകത്ത് നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഇത് ആദ്യം ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയാൽ നിങ്ങൾ എത്ര ഡിക്കകത്ത് എത്ര എലമെന്റ് ഉണ്ടെന്ന് നോക്കുക. D3 ആണോ D4 ആണോ, ഡി കോംപ്ലക്സ് എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഡി കോംപ്ലക്സിൽ ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ എന്താണ് നമുക്ക് ആദ്യം ഇതിൻ്റെ അയണിൻ്റെ ചാർജ് കണ്ടുപിടിക്കും. ഇവിടുത്തെ അയണിൻ്റെ ചാർജ് ഇവിടെ -1, ഇവിടെ -2, അപ്പോൾ ഇവിടെ +2 എന്ന് പറഞ്ഞ കോംപ്ലക്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ അയൺ ഫിറ്റ് +2 ആണെന്ന് മനസ്സിലായി. അപ്പോൾ K2 ഇവിടുത്തെ Mൻ്റെ ഇതാണ് കണ്ടുപിടിക്കുന്നത്. +2 എന്ന് പറഞ്ഞാൽ 2 + x - 4 = +2. ഇവിടെ Mn +2 ആണെന്ന് മനസ്സിലായി. ഇവിടെ നോക്കുവാണെങ്കിൽ K4 Mn CN6 നോക്കുവാണെങ്കിൽ 4 + x - 6 ഇവിടെ Mn +2 ആണെന്ന് മനസ്സിലായി. അപ്പോൾ NiCF എന്ന് പറയുമ്പോൾ ഇത് NiC, ഇതൊരു ന്യൂട്രൽ സ്പീഷ്യസ് ആണ്. COയ്ക്ക് ചാർജ് ഒന്നുമില്ല, ഇത് ന്യൂട്രൽ സ്പീഷ്യസ് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇനി Sp+2ൻ്റെ Fp+2 ഉണ്ട്. ഏതൊക്കെ Fp+2 ഉണ്ട്? Mn2+ ഉണ്ട്. അതുപോലെ തന്നെ നിക്കലുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഡി കോംപ്ലക്സസിൻ്റെ എണ്ണം കണ്ടുപിടിക്കണം. ഡി കോംപ്ലക്സ് എത്ര ആണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ശരിക്കും എനിക്കറിയത്തില്ല കേട്ടോ മക്കളെ. ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിൽ എന്നോട് ഇപ്പോൾ ഒരാൾ വന്നു മാംഗനീസിൻ്റെ അറ്റോമിക് നമ്പർ. എനിക്കറിയത്തില്ല, സത്യമായിട്ടും എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് ഞാൻ പറയുന്ന ഒരു കുറുക്ക് വഴി ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞുതരാം. പക്ഷേ ഇത് ഒരിക്കലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് പോകുമെന്ന് പറഞ്ഞില്ല. വളരെ നല്ലതാണ് കാണാൻ പഠിച്ചിട്ട് ഇതിങ്ങനെ പറയുന്നത്. വളരെ കാണാൻ പഠിച്ചിട്ട് ഏതാണെന്ന് നിങ്ങൾ നോക്കിയോ മാംഗനീസ് 25 എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷെ എന്നെപ്പോലുള്ള ഈ മെമ്മറിയിൽ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ നിൽക്കാതെ ഞാൻ കുറച്ച് ട്രിക്കും കൂടെ ഉപയോഗിച്ചാണ് ഞാനും പല കാര്യങ്ങളും എനിക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുന്നത്. അപ്പം ഈ ഒരു കാര്യം ഞാൻ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. ഒരു ട്രിക്ക് അല്ലെങ്കിൽ ഒരു കോഡ് പറയുകയാണ്. അത് നിങ്ങൾ ഗ്രാസ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ നല്ല ഒരു കാര്യമായിരിക്കും. കാരണം എന്നെപ്പോലുള്ളവർക്ക് അത് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് ഇത് കാണാൻ പഠിച്ചു വെക്കുന്ന ഒരു സാധനത്തിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാം, നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് അറിയാവുന്നവർ ഉറപ്പായിട്ടും നിങ്ങളത് ഇതാണ് കാര്യമില്ല, നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ കാണാൻ പഠിച്ചു വെച്ചോ. അതിൻ്റെ പ്രയാസം കുറിച്ചുള്ള കൊച്ചെടുക്കുക.
സ്കൂൾ ടൈമിൽ വിക്രമൻ ഫീസ് കൊടുക്കാൻ നിൽക്കുന്ന സീൻ. സ്കൂൾ ടൈമിൽ വിക്രമൻ ഫീസ് കൊടുക്കാൻ നിൽക്കുന്ന സീൻ. ഓക്കെ. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. ഇതിന്റെ ഒക്കെ അറ്റോമിക് നമ്പർ എത്ര? 21, 22, 23, 24, 25, 26, 27, 28, 29, 30. ഓക്കെ അല്ലേ? ഇനി നമുക്കിനി FE+2 എന്ന് പറയുമ്പോൾ ഏതാണ്? 4s2 3D 6 ആണ്. ഇപ്പൊ ഈ +2 ഉള്ളതുകൊണ്ട് 4s2 M+2 എന്ന് പറയുമ്പോൾ 25 25 4s2 ഇവിടെ നിന്നുള്ളതുകൊണ്ട് 3D5 വരും. അപ്പൊ മക്കളെ, ഇങ്ങനെ നിങ്ങൾക്ക് ഡി കോംപ്ലക്സസ് എഴുതി കഴിഞ്ഞിട്ട് ഇത് വളരെ ഡയറക്റ്റ് ചോദ്യമാണ്. ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ എന്താണ് പറയുന്നത്, ഇതിനകത്തെ H2 ആണ്. ഇതിനകത്ത് H2 അയണിൻ്റെ കൂടെ നിൽക്കുമ്പോൾ എന്താണ്, ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡായിട്ട് ആക്ട് ചെയ്തിട്ട് അതിനകത്തുണ്ടാവുന്ന ഇത് എന്താണ്, ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ്. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ്. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിന്റെ സ്പ്ലിറ്റിങ് നിങ്ങൾക്ക് അറിയാം. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിന്റെ സ്പ്ലിറ്റിങ് T2Gയും EGയുമായിട്ടാണ്. T2G EGയുമായിട്ടാണ്. അപ്പോൾ ഇവിടെ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ പെയറിങ് നടക്കത്തില്ല. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ പെയറിങ് നടക്കും. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഇതിനകത്ത് ഈ 4 കോംപ്ലക്സിന്റെ ഡി കോംപ്ലക്സിന്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അപ്പോൾ അവിടെ എത്ര അൺപെയർ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുക, T2G5 എന്ന് വന്നു എന്ന് വെക്കുക. T2G5 എന്ന് പറയുമ്പോൾ എന്താണ്, ഇങ്ങനെ നോക്കുമ്പോൾ 1 2 3 4 ഇവിടെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മുടെ മാഗ്നറ്റിക് മൊമെന്റ് ഈ ഒരു ഇതിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ടു ബോർ മാഗ്നറ്റിൽ എത്തുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരമാണ് K4Mn6 എന്ന് പറഞ്ഞ CNA ലിഗാൻഡ് ആയിട്ടുള്ള ഓപ്ഷൻ എ. പറഞ്ഞാൽ ഒള്ളി K4Mn6 മാത്രമേ മാഗ്നറ്റിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അവിടെ ഇപ്പോൾ ബോർ മാഗ്നറ്റോൺ 2 ക്ലോസ് ആയി വന്ന മാഗ്നറ്റിക് മൂവ്മെന്റ് ഇതിനകത്ത് ഈ ഒരു കോംപ്ലക്സിന് മാത്രമേ ഉണ്ടാവൂ എന്ന കാര്യം നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് ഡീകോംപ്ലക്സ് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ സ്പ്ലിറ്റിങ് മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇതിനകത്ത് 2 കോംപ്ലക്സസ്, ഈ ഒരു കോംപ്ലക്സും എന്താണ്, ടെട്രാഹെഡ്രലാണ്. ടെട്രാഹെഡ്രൽ എന്ന് പറയുമ്പോൾ സ്പ്ലിറ്റിംഗ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ടെട്രാഹെഡ്രൽ എന്ന് പറയുന്നത് നേരെ ഉൾട്ട ഓഫർ ഒക്ടാഹെഡ്രൽ. ടെട്രാഹെഡ്രൽ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് EG, ഇവിടെ T2G ആണ് വരുന്നത്. ഓക്കെ, T2G EG. അപ്പോൾ അതിനനുസരിച്ചാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് ഓർക്കുക. ഇതിന് നമ്പർ ഓഫ് ഡി കോംപ്ലക്സ് കണ്ടുപിടിക്കും. ഓക്കെ അല്ലേ? ചേച്ചി പിന്നെ XCF4 SF4ന്റെ VSEPR അനുസരിച്ചുള്ള അക്കോർഡിംഗ് ടു ദ VSEPR തിയറി വാട്ട് ആർ ദ മോസ്റ്റ് സ്റ്റേബിൾ ഷേപ്സ് ഓഫ് XCF4 ആൻഡ് SF4 റെസ്പെക്റ്റീവ്ലി? കെമിക്കൽ ബോണ്ട് ചേച്ചി പിന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യം ഇതും ഡയറക്റ്റ് NCERT ചോദ്യം നിൽക്കുന്നു. നിങ്ങൾക്ക് പേന ഇതിനകത്ത് എടുത്താൽ ഞാൻ കയ്യിലെ മോട്ട കിട്ടടി ഇതിൽ ഈ ചോദ്യം നോക്കി നിങ്ങൾ പേന എടുക്കും. ഇതൊക്കെ ഡയറക്റ്റ് NCERT ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് പേന എടുക്കാതെ പോലും നിങ്ങൾക്ക് ഉത്തരം പറയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് XCF4 എന്ന് പറഞ്ഞാൽ എന്താണ്, 4 ബോണ്ട് പേഴ്സും 2 ലോൺ പേഴ്സും ഉള്ള ഒരു കോംപ്ലക്സസ് അല്ലേ എന്ന് പറഞ്ഞാൽ AB4E2 എന്ന് പറഞ്ഞ കോംപ്ലക്സ് അല്ലേ. ഇനി SF4 എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ 4 ബോണ്ട് പേഴ്സും 1 ലോൺ പേഴ്സും മാത്രമുള്ള കോംപ്ലക്സ് അല്ലേ SF4. അപ്പോൾ AB4E എന്ന് പറയുന്ന സാധനമല്ലേ AB4E എന്ന് പറഞ്ഞാൽ XAB4E എന്ന് പറയുമ്പോൾ അതിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടല്ലേ മക്കളെ. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ പ്ലേനാർ ആണെന്ന്. ഇതിൻ്റെ ഷേപ്പ് സ്ക്വയർ പ്ലേനാറും SF4 AB4E എന്ന് പറയുന്ന കോംപ്ലക്സസിൻ്റെ ഷേപ്പ് സീസോയും ആണെന്ന് അറിയാലോ. എൻ്റെ മക്കൾക്ക് അറിയത്തില്ലേ? XCF4 എന്ന് പറഞ്ഞ് AB4E2 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇത് സ്ക്വയർ പ്ലേനാറും SF4 എന്ന് പറഞ്ഞിട്ട് AB4E എന്ന് പറയുമ്പോൾ അതിൻ്റെ ഷേപ്പ് സീസോയും ആണെന്ന് അറിയാലോ. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഈ ഓപ്ഷൻ ടിക്ക് ചെയ്യാമല്ലോ. ഓപ്ഷൻ എ സ്ക്വയർ പ്ലേനാർ സീസോ ആണ്. ഇനി XCF4ൻ്റെ ഇതും മക്കൾക്ക് വേണ്ടി ഡൗട്ടുള്ളവർക്ക് വേണ്ടി ഞാൻ വരച്ചുതരാം. XCF4ൻ്റെ സ്ക്വയർ പ്ലേനാറിൽ ആ കോംപ്ലക്സിനെ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ടും അതിന് ലോൺ പേഴ്സ് വരും. ഇനി SF4ൻ്റെ പറയുമ്പോൾ SF4 ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. സീസോ ടൈപ്പ് മാതിരിയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. എൻ്റെ ലോൺ പേഴ്സ് ഇങ്ങോട്ട് വരും. ഓക്കെ അല്ലേ? തെറ്റല്ലേ? ഇങ്ങനൊരു കാര്യം സാറിന് ഈ ഒരു ബോണ്ട് കാണുമ്പോൾ PCl5ൻ്റെ കാര്യം ഒന്ന് ഓർമ്മ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആക്സിയൽ ബോണ്ട് അതുപോലെ തന്നെ ആക്സിയൽ ബോണ്ട്
ഇക്വറ്റോറിയൽ ബോണ്ട് എന്തുകൊണ്ട് PCl5 റിയാക്ടിവിറ്റി കൂടുതൽ, ഏത് ബോണ്ടാ സ്ട്രോങ്, ഏത് ബോണ്ട് എളുപ്പം പൊട്ടി പോകും, എന്തുകൊണ്ടാണ് PCl5 റിയാക്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ മക്കൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് നോക്കി പോക്കോണേ. ഞാൻ XCF സ്ട്രക്ചർ ഉണ്ടാവും സാറിന് ഇതൊക്കെ ഓർമ്മ ഒന്നുകൊണ്ട് പറഞ്ഞാണേ. ആ ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യം കണ്ടോണേ. ഇതും കെമിക്കൽ ബോണ്ടിങ് തന്നെ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോംപ്ലക്സ് അബ്സോർബ് ദ അൾട്രാ വയലറ്റ് വിസിബിൾ റീജിയൻ? വിച്ച് വൺ ഓഫ് ദീസ് കളർ ഷോസ് ദ വയലറ്റ് കളർ? ഓക്കെ. അപ്പോൾ ചോദ്യം ഈ 4 കോംപ്ലക്സ് തന്നിട്ടുണ്ട്. COCl NH3 പ്ലസ്, COH2NH3 പ്ലസ്, CONH3 പ്ലസ്, COCN 3 ഓക്കെ അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഇതും ഒരു പൊടി ട്രിക്ക് ആണ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം NH3 ഒരു സ്ട്രോങ് ലിഗാൻഡാണ്. NH3 സ്ട്രോങ് ലിഗാൻഡാണ് എന്ന് പറഞ്ഞ, പക്ഷേ H2 എന്ന് പറയുന്ന ലിഗാൻഡ് സംടൈംസ് സ്ട്രോങ്ങും സംടൈംസ് വീക്കും ആയിട്ടുള്ള ഒരു ലിഗാൻഡാണ്. സംടൈംസ് സ്ട്രോങ്ങും സംടൈംസ് വീക്കുമായിട്ടുള്ള ഒരു ലിഗാൻഡാണ് H2O എന്ന് പറഞ്ഞാൽ. H2വിനകത്ത് നമ്മൾ കണ്ടത് ആംഫോട്രോഫിക് ഇൻ നേച്ചറാണ്. H2 ആണോ ആസിഡാണോ വെള്ളം ആസിഡാണോ ബേസ് ആണോ ഒന്നും പറയത്തില്ല. ആംഫോട്രോഫിക് ഇൻ നേച്ചർ, രണ്ടിൻ്റെ നേച്ചർ, രണ്ടിൻ്റെ ഗുണവും കാണിക്കും. ഓക്കെ. അപ്പം നമുക്ക് H2O സ്ട്രോങ് ലിഗാൻഡ് ആണോ വീക്ക് ലിഗാൻഡ് ആണോ എന്ന് ചോദിച്ചാൽ അത് സാറേ പറയാൻ പറ്റില്ല. വല്ലപ്പോഴും ഒക്കെ ആ സ്ട്രോങ് പോകും, വല്ലപ്പോഴും വീക്ക്. പക്ഷേ ഈ കേട്ടോളാം, ഇതിനകത്തെ കാര്യങ്ങൾ ഇതിനകത്ത് നിങ്ങൾ ഈ എല്ലാ 4 കോംപ്ലക്സിൻ്റെയും മക്കളെ എന്ത് ചെയ്യുക, ഓക്സിഡേഷൻ സ്റ്റേറ്റ് എടുക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ CO+3 ആണ്. CO+3യുടെ കൂടെ നൈട്രജൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഏത് ലിഗാൻഡ് വന്നാലും, ഓക്സിജൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഏത് ലിഗാൻഡ് വന്നാലും ഇവന്മാർ രണ്ടുപേരും സ്ട്രോങ് ലിഗാൻഡായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ സ്ട്രോങ് ലിഗാൻഡായിട്ട് ആക്ട് ചെയ്യുമല്ലോ, CO+3 വരുന്ന സാധനം സ്ട്രോങ് ലിഗാൻഡായിട്ട് ആക്ട് ചെയ്യുന്നവർ എന്ത് തന്നെ സ്പിൻ കോംപ്ലക്സ് ആണ് മക്കളെ ഉണ്ടാക്കുന്നത്? ലോ സ്പിൻ കോംപ്ലക്സ് അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ വേറൊരു കാര്യം കൂടെ നമ്മൾ പറയാം. എന്താണ്? വീക്ക് ഫീൽഡ് ലിഗാൻഡായിട്ടുള്ളവർ ഹൈ സ്പിൻ കോംപ്ലക്സ് അല്ലേ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ പറയുകയാണെ, ഈ ചോദ്യം ഇതുമായിട്ട് റിലേറ്റഡ് അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചോദ്യം ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ഭാഗത്തു നിന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പലതും ഉണ്ട്. ഇതെല്ലാം പറയത്തില്ല, ഈ പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ടോപ്പിക് എന്ന് പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയും. ഓക്കെ. അപ്പോൾ എന്താണ് പറഞ്ഞത്? NH3യും H2Oയും കാര്യങ്ങൾ പറഞ്ഞു. NH3 എങ്ങനെ പോലും സ്ട്രോങ് ആണ്, H2O വീക്കായിട്ടും ആക്ട് ചെയ്യും, സ്ട്രോങ് ആയിട്ടും ആക്ട് ചെയ്യും, വീക്കായിട്ടും ആക്ട് ചെയ്യും. അപ്പം CO+3 എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഈ 4 കോംപ്ലക്സും എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ CO+3ക്കകത്ത് നൈട്രജൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള ലിഗാൻഡും ഓക്സിജൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള ലിഗാൻഡും പറഞ്ഞാൽ അത് സ്ട്രോങ് ലിഗാൻഡ് ആയിരിക്കും എന്നുള്ള കാര്യങ്ങൾ എൻ്റെ മക്കൾ ഓർക്കുക. അപ്പോൾ സ്ട്രോങ് നൈട്രജൻ ആയിട്ടുള്ള ലിഗാൻഡ് സ്ട്രോങ് ലിഗാൻഡായിട്ട് ആക്റ്റീവ് നൽകുക. ഇത് സ്ട്രോങ് ലിഗാൻഡ് ലോ സ്പിൻ കോംപ്ലക്സ് ആണ്. അതുപോലെ തന്നെ വീക്ക് ലിഗാൻഡ് ഹൈ സ്പിൻ കോംപ്ലക്സ് ആണ് ഇത്. ഇനി ഈ ക്വസ്റ്റ്യന് അറ്റംപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട അടുത്തൊരു അറിവെന്ന് പറഞ്ഞാൽ, ഇത് എന്താണ് നമ്മൾ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞേക്കുന്നത്? വിച്ച് ഓഫ് ദ കോംപ്ലക്സ് അയൺ അബ്സോർബ് അൾട്രാ വയലറ്റ് വിസിബിൾ റീജിയൻ? UV റീജിയനിൽ കാണുന്നുണ്ടെങ്കിൽ, ഒരു കോംപ്ലക്സിനെ UV റീജിയനിലേക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ, UV റീജിയനിലേക്ക് അതിനെ കാണുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉറപ്പായിട്ടും ഒരു വീക്ക് ലിഗാൻഡ് പ്രസൻസ് കാണും. വീക്ക് ലിഗാൻഡ് പ്രസന്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ഇനി ഓപ്ഷനിലേക്ക് പോകാൻ നേരം ഇവിടെ നിന്ന് ഞാൻ വരുവാണേ. COCl CN എന്താ ഒറ്റ 6 ലിഗാൻഡ്, ഒക്ടാറ്റൽ കോംപ്ലക്സിന് 6 ലിഗാൻഡ് ഒന്നും തന്നെ CN. കോബാൾട്ടിൻ്റെ കൂടെ നൈട്രജൻ അറ്റാച്ച് ചെയ്യേണ്ട CN നമ്മൾ സ്പെക്ട്രോകെമിക്കൽ സീരീസ് നോക്കുമ്പോൾ തന്നെ ഏറ്റവും വലിയ ഇതാണ്. അപ്പോൾ CO സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ഉള്ളതുകൊണ്ട് ഇവൻ എന്തായാലും പറ്റില്ല. ഇവന് UV റീജിയനിൽ കാണിക്കത്തില്ല സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്. നൈട്രജൻ അറ്റാച്ച് ചെയ്ത് അടുത്ത സാധനം NH3 ഇവനും കാണിക്കത്തില്ല. H2O NH3 ഉറപ്പായിട്ടും കാണിക്കത്തില്ല. കാരണം ഓക്സിജൻ അറ്റാച്ച് ചെയ്താലും അത് സ്ട്രോങ് ഫീൽഡ് ആയിട്ട് ലിഗാൻഡ് ഇവിടെ നോക്കുമ്പോൾ ഒരു Cl ഉണ്ട്. ഇവിടെ Cl-നകത്ത് നൈട്രജനും അറ്റാച്ച് ചെയ്തിട്ടില്ല, ഓക്സിജനും അറ്റാച്ച് ചെയ്തിട്ടില്ല. ഈ ഒരു ഒറ്റ വീക്ക് ലിഗാൻഡിന്റെ പ്രസൻസിന്റെ പേര് റൂബി റീജിയനിൽ ആക്ടിവിറ്റി കാണിച്ചത് വയലറ്റ് കളർ എക്സിബിറ്റ് ചെയ്യും. അപ്പം നമുക്ക് ഇതിൻ്റെ ഓപ്ഷനിലേക്ക് എഴുതാലോ. ഇതാണ് ഇത് കാണിക്കുന്നത് അൾട്രാ വയലറ്റ് റീജിയനിൽ കാണിക്കുന്നതെന്ന് അറിയാലോ. ഇനി എനിക്ക് ഈ ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഒരു പോയിന്റും കൂടെ പറഞ്ഞു തരാൻ തോന്നുവാണ്. കളർ സൈക്കിൾ. ഇത് പല മക്കൾക്കും അറിയായിരിക്കും. പക്ഷേ നിങ്ങളത് കേട്ടോ.
കളർ സൈക്കിൾ എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് എൻ്റെ ഈ ഷർട്ടിലെ ബ്ലാക്ക് കളർ എവിടെയൊക്കെയോ കാണാം അല്ലേ? ബ്ലാക്ക് വൈറ്റിലെ കളർ കാണാം. ഈ ബ്ലാക്ക് എന്നാന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് ബ്ലാക്ക് അല്ല. എന്തോ ഒരു കളർ ഇതാ അബ്സോർബ് ചെയ്തിട്ട് എന്തോ ഒരു കളർ റിഫ്ലക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ബ്ലാക്ക് ആയിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങളോടൊരു കാര്യം ചോദിക്കുക. എന്താണ് പറയുന്നത്? ഈ ഒരു ബുക്കിൽ ചോദിക്കാം. ആൻ ഒബ്ജക്റ്റ് അപ്പിയേഴ്സ് ടു ബ്ലൂ കളർ ആണെങ്കിൽ അത് അബ്സോർബ് ചെയ്ത ഏത് കളറാണ് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന അബ്സോർബ് കളർ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നൊരു ഈ ഒരു സൈക്കിളിന്റെ എയ്ഡോടെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. കളർ സൈക്കിള് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വിബ്ജിയോ ഐ മാത്രം നമ്മൾ ഒഴിവാക്കി. നിങ്ങൾ വയലറ്റ് ആണ് കാണുന്നെങ്കിൽ അത് യെല്ലോ അബ്സോർബ് ചെയ്യും. നിങ്ങൾ യെല്ലോ കാണുന്നെങ്കിൽ അത് വയലറ്റ് അബ്സോർബ് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ബ്ലൂ കാണുന്നെങ്കിൽ ഓക്സിജൻ ആയിരിക്കും അബ്സോർബ് ചെയ്യുന്നത്. ഓറഞ്ച് കാണുന്നെങ്കിൽ ബ്ലൂ ആയിരിക്കും അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സൈക്കിൾ എൻ്റെ മക്കളെ സോറി 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 അപ്പോൾ ഈ എൻ്റെ മക്കളെല്ലാം ഈ ഒരു കളർ സൈക്കിൾ ഓർത്ത് വെക്കുമല്ലോ. വിബ്ജിയോർ എന്ന് പറയുന്ന ഒരു കളർ സൈക്കിൾ ഓർത്ത് വെക്കുമല്ലോ. ഇത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. വേറെ നല്ല കിടിലൻ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പം എൻ്റെ മക്കളെ ഇത് ഓർത്ത് വെച്ചോളുമല്ലോ അല്ലേ? ഓക്കെ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇതും ഡയറക്റ്റ് NCERT ചോദ്യമാണ്. ഇതിന് പേന എടുത്തില്ല ഒരു മനുഷ്യർ. ഇതെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ടൈം സേവിങ് ക്വസ്റ്റ്യൻസാണ്. ഞാൻ പറയാമല്ലോ, നമ്മുടെ ഒരു എക്സാമിന് ഇപ്പം ഒരു ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് വരെ ഒരു ക്വസ്റ്റ്യൻ. കാരണം നീ കെമിസ്ട്രി മാത്രമല്ല, മാത്സ് ചെയ്യാനും ഫിസിക്സ് ചെയ്യാനും ഒക്കെ പൊതുവെ കെമിസ്ട്രിയും ബയോളജിയും അപേക്ഷിച്ച് കുറച്ച് സമയം കൂടുതൽ എടുക്കുന്ന ഇതാണ്. 1 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് 20 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അതാണ് ഒരു ഐഡിയൽ ടൈം ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യും. അപ്പോൾ പല ക്വസ്റ്റ്യനും നമുക്ക് അത്ര സമയം വേണ്ടി അതിലും കൂടുതൽ സമയം വേണ്ടി വരും. അതിലും കുറവ് സമയം വേണ്ടി വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഇങ്ങനെയുള്ള ഈ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വളരെ റിയലി ടൈം സേവിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ലാഭിക്കുന്ന സമയം നമുക്ക് ഫിസിക്സിലോ വലിയൊരു ഡെറിവേഷൻ ചെയ്ത് ഫിസിക്സിനോ മാത്സിനോ വലിയ ഡെറിവേഷൻ ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കുന്ന ഒരു ചോദ്യം ഹെൽപ്പ് ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ റിയലി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എളുപ്പം കയറി നമുക്ക് ഉത്തരങ്ങളിലേക്ക് എത്തണം, ചാടാം. അപ്പം ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇത് വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി സ്ട്രക്ചർ ഡെപ്പിക്റ്റഡ് ബിലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ കാണുമ്പോഴേക്ക് ഏത് തരം ഐസോമേഴ്സ് ആണ് ഈ രണ്ട് കോംപ്ലക്സസ് എക്സിബിറ്റ് ചെയ്യുന്നതാണ് ചോദ്യം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് കാണുമ്പോഴേ ഇതെന്താണ്? സോഹോഴ്സ് പ്രൊജക്ഷൻ ആണ്. കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാം ഇത് സോഹോഴ്സ് പ്രൊജക്ഷൻ ആണ്. അപ്പോൾ വേറെ സോഹോഴ്സ് പ്രൊജക്ഷൻ എന്താണ്? കൺഫർമേഷൻ ഐസോമേഴ്സ് അല്ലേ? ഈ ക്വസ്റ്റ്യനകത്തെ ഒരു തരത്തിലുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല. ഇത് കാണുമ്പോഴേ നിങ്ങൾക്കറിയാം ഇത് സോഹോഴ്സ് പ്രൊജക്ഷൻ ആണ് തന്നിരിക്കുന്നത്. സോഹോഴ്സ് പ്രൊജക്ഷൻസ് സ്ട്രക്ചറൽ ഐസോമർ ആണോ? സ്ട്രക്ചറൽ ഐസോമർസ് ആണെന്ന് പറഞ്ഞാൽ തേങ്ങ എടുത്തിട്ട് തലക്കിട്ടെറിയണം. ഇത് സ്ട്രക്ചറൽ ഐസോമേഴ്സ് അല്ല, സോഹോഴ്സ് പ്രൊജക്ഷൻ ഒരു സ്ട്രക്ചറൽ ഐസോമേഴ്സ് അല്ല, എനാൻഷ്യോമേഴ്സ് അല്ല, പൊസിഷണൽ ഐസോമേഴ്സ് അല്ല, അതൊരു കൺഫർമേഷൻ ഐസോമേഴ്സ് ആണെന്ന് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിലേക്ക് ഇതിനകത്തിനും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. പിന്നെ ഈ മക്കളെ ഈ എനാൻഷ്യോമേഴ്സ് എന്നൊക്കെ ഈ ഒരു ഓപ്ഷൻ കാണുമ്പോൾ സാറ് പറയാണ്, എനാൻഷ്യോമേഴ്സ് എന്നൊക്കെ ഒരു ഓപ്ഷൻ കാണുമ്പോൾ സാറ് പറയുന്നത് നിങ്ങൾ ആൽക്കൈൽ ഹാലൈഡ്സിലെ എന്ന് പറഞ്ഞാൽ ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ ആരിൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് നോക്കുക. അവിടുത്തെ എനാൻഷ്യോമേഴ്സ് ഒക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പം മക്കൾ അതും കൂടെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സാറിന് ഓർമ്മ വരണം, നിങ്ങൾ അതും കൂടെ ഒന്ന് നോക്കുക. ഓക്കെ. അടുത്ത ചോദ്യം ഇന്നിരിക്കുന്ന ജനറൽ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞ GOC എന്ന് പറഞ്ഞ വളരെ ഓർഗാനിക് കെമിസ്ട്രിയിലെ ആ ഒരു ചാപ്റ്റർ ഞാൻ പറയട്ടെ, ആ ക്ലാസ് നിങ്ങൾക്ക് നല്ലോണം പഠിച്ചാൽ നിങ്ങൾക്ക് പല കുട്ടികൾക്കും ഞാൻ കേട്ടുള്ള ഒരു കാര്യമാണ്, അവർക്ക് ഓർഗാനിക് കെമിസ്ട്രി അയ്യേ കൊള്ളില്ല, അയ്യോ എനിക്ക് പറ്റില്ല സാറേ, എനിക്ക് പറ്റില്ല. നിങ്ങൾക്ക് ഒരു ശകലം പോലും നിങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ അകത്തെ എന്താണ് മാധുര്യം നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ പാർട്ട് ഇൻ കെമിസ്ട്രിയിലെ ഞാൻ പറയും ഓർഗാനിക് കെമിസ്ട്രി. ഞാൻ എൻ്റെ ഓർഗാനിക് കെമിസ്ട്രിയിലാണ് എൻ്റെ ലൈഫ് പർസ്യൂ ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇവിടെ കെമിസ്ട്രി എടുത്തിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ എൻ്റെ പ്രോജക്റ്റ് മിക്കവാറും ചെയ്യാൻ പോകുന്ന ഓർഗാനിക് കെമിസ്ട്രി. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു ഒരു ടോപ്പിക്കില്ല ഓർഗാനിക് കെമിസ്ട്രി. അപ്പം നിങ്ങൾ ആ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ അതിനകത്ത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം ആ പാഠത്തിനകത്ത് പഠിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങളിപ്പോൾ ഐസറിൽ വന്നിട്ട് BSMSൽ 5 വർഷം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഒരു കാര്യം അതിൽ നിന്ന് വിട്ടോ നിങ്ങൾ അവിടെ പണി തെറ്റി മക്കളെ, അവിടെ നിങ്ങൾ നല്ലോണം പെടും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻറ്റ്, കോർ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞ് ഞാൻ കൺസിഡർ ചെയ്യുന്ന പ്ലസ് വണ്ണിലെ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്ററായി ജനറൽ ഓർഗാനിക് കെമിസ്ട്രി.
ഒരു കാരണവശാലും നിങ്ങൾ ഇത് ചെയ്യായിരിക്കും ആ ഒരു പോസ്റ്റ് ആ ഒരു പാഠഭാഗത്തു നിന്ന് വന്ന ചോദ്യമാണ് വാട്ട് ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് അസിഡിറ്റി ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്. അപ്പോൾ മക്കളെ ഈ ചോദ്യത്തിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അസിഡിറ്റി കൂടും. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അസിഡിറ്റി കുറയും. ഓക്കെ അല്ലേ? അസിഡിറ്റി കുറയും. അപ്പൊ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിന്റെ പ്രസൻസ് ഒരു കോംപ്ലക്സിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ അസിഡിറ്റി കൂടും. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അസിഡിറ്റി കുറയും. അപ്പൊ എന്തായിരിക്കും ഇവിടെ കൂടുന്നത്? ബേസിസിറ്റി ആയിരിക്കും കൂടുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. പിന്നെ ഞാനൊരു ട്രിക്കും കൂടെ പറഞ്ഞുതരാം. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഏതാ, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഏതാ എന്ന് ഓർത്തിരിക്കാൻ. ഇത് ഒരിക്കലും ഒരു ജനറലൈസ്ഡ് ട്രിക്കല്ല. ഞാൻ പറഞ്ഞു തരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ മിനിമലായിട്ട് മാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചോദ്യം. പക്ഷെ ഐ ആം ഹോപ്പിംഗ് ദാറ്റ് ദിസ് ട്രിക്ക് വിൽ ഹെൽപ്പ് യു. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ, ഒരു ഐസർ ലെവൽ ക്വസ്റ്റ്യനിൽ വരുമ്പോൾ ഞാൻ ഈ പറയുന്ന ട്രിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, ഏതാണ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. ഡബിൾ ബോണ്ടിന്റെയോ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ മിക്കതും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആവാൻ സാധ്യത എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ നോക്കിയാൽ മതി. NO2, CN എന്ന് പറഞ്ഞാൽ CN-അകത്ത് 3 ബോണ്ടുണ്ട്, NO2-നകത്ത് 2 ബോണ്ട്. ഇവനൊക്കെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഒക്കെ ഉള്ള ഗ്രൂപ്പുകൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെന്ന് നമുക്ക് പറയാം. എന്നാൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി സിംഗിൾ ബോണ്ടഡാണെന്ന് പറഞ്ഞാൽ OH മെൻസ് അങ്ങനെയൊക്കെ ഉള്ള ഗ്രൂപ്പുകളാണ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇത് വളരെ ജനറൽ, ഇതിനകത്ത് ഒരുപാട് എക്സെപ്ഷൻസ് ചിലപ്പോൾ കാണാം. പക്ഷേ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു ഐസർ പോയിന്റ് ഓഫ് വ്യൂവിൽ എക്സാമിനേഷൻ എഴുതുമ്പോൾ ഈ ഒരു കാരണം വെച്ച് നിങ്ങൾക്ക് ഒരു നല്ലൊരു രീതിയിലൊക്കെ കവർ ചെയ്യാൻ പറ്റും. നമുക്കറിയാം, നമ്മൾ ബേസിക് ഒരു സാധനം പറഞ്ഞു, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അസിഡിറ്റി കൂടും, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അസിഡിറ്റി കുറയും. ഓക്കെ അല്ലേ? പക്കല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. അപ്പോ നോക്കിക്കോ, ഈ ഒരു കോംപ്ലക്സ് നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് 3 ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പായിട്ടുള്ള NO2-ന്റെ പ്രസൻസ്, 3 ഇലക്ട്രോൺ വിഡ്രോയിങ്, പോരാത്തതിന് ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. അയ്യോ, ഈ എടുക്കുന്ന 4 കോംപ്ലക്സിലും വേറെ ഒരിടത്ത് പോലും 3 ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് കാണാനില്ല. അപ്പോഴേ നമുക്ക് ഉറപ്പിക്കാം പി ആണ് ഏറ്റവും മോസ്റ്റ് അസിഡിക് ആയിട്ടുള്ള കാര്യം എന്ന് നമുക്ക് ഉറപ്പിക്കാം. പി ആണ് ഏറ്റവും മോസ്റ്റ് അസിഡിക്. ഓക്കെ, പി അപ്പൊ വരുന്ന ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? നമുക്ക് പി അതെ. അയ്യോ, 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോഴേ നമുക്ക് 2 ഓപ്ഷൻസിനെ അവിടെ വെട്ടിക്കളയാനും ഇവന്മാരിൽ 2 പേരിൽ ഏതോ ആണ്. നമുക്ക് പിന്നെ അങ്ങോട്ട് നോക്കും മനസ്സിലാവും. ഇവിടെ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പും ഇല്ല. പോരാത്തിന് എന്നാൽ ഇവിടെ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആയിട്ടുള്ള OH ഉണ്ട്. ഉറപ്പായിട്ടോ അസിഡിറ്റി കുറച്ച് സ്ഥലം. അപ്പൊ അവൻ മനസ്സിലാവും ഇവനാണ് ഏറ്റവും കുറവ് അസിഡിറ്റി. അയ്യോ, പന പറ്റിച്ചു നമ്മുടെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഇതും വേറെ ഒരു പരീക്ഷ അപ്രോച്ച് ചെയ്യുന്ന ഒരു ബ്രില്യൻ ട്രിക്കാണ്. ക്യാൻസലേഷൻ, ഓപ്ഷൻസിനെ ക്യാൻസൽ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉറപ്പാനും പഠിക്കുക. നമ്മുടെ എക്സാമുള്ള നമ്മുടെ സ്ട്രെസ്സോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും നമ്മൾ പഠിച്ച 100 എന്ന് പറഞ്ഞ് പഠിച്ചു പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ 85 75 നമ്മുടെ തലയിൽ കാണും. പക്ഷേ ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം, ഇതൊരു MCQ ടൈപ്പ് എക്സാമും കൂടെ ആയതുകൊണ്ട് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഓപ്ഷൻ വെച്ചിട്ട് ആൻസറിലേക്ക് എത്താം. അപ്പൊ ഈ ഓപ്ഷൻ വെച്ച് ആൻസറിലേക്ക് എത്തുന്ന രീതിയാണ് ഇത്. നമുക്ക് ഇപ്പൊ സി എക്സാമ്പിൾ പി എന്ന് പറയുന്ന ഒരു രീതി നമ്മളിവിടെ ഈ ഒരു കാര്യം നമ്മൾ ഏറ്റവും 2 കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ മറന്നുപോയൊരു കാര്യം നമ്മളെ പരീക്ഷയ്ക്ക് അഫക്ട് ചെയ്യാത്തൊരു രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ സി നമ്മുടെ ഒരു സമയമാണ് ഇവിടെ. ഇപ്പൊ പി ആണ് ഏറ്റവും കൂടുതൽ അസിഡിക് എന്ന് പറഞ്ഞു, 3 ഇലക്ട്രോൺ വിഡ്രോയിങ്. ഈ ഓപ്ഷനകത്ത് ഇവിടെ ഇപ്പോൾ ഒരു M ആയിരുന്നു, പിക്ക് ഒരു M ആയിരുന്നുവെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ ഉത്തരവാക്കിയിട്ട് നേരെ ഓടിച്ചാടിപ്പോ. കാരണം അതേ ഉള്ളൂ ഉത്തരം, വേറെ ഓപ്ഷനകത്ത് പി ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ടൈം സേവിങ് കൂടെ ഉള്ള ഒരു കാര്യം കൂടെ ഇതിനകത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ പക്ഷെ ഇതിനകത്ത് അട്ടക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം NQ നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. NQവിനകത്ത് ഒരു ഡൗട്ട് നമുക്ക് നിൽക്കുന്നുണ്ട്. നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള റിട്ടൺ വേയിൽ നമ്മൾ ചെയ്താലേ ഇതിന് ഉത്തരം കിട്ടൂ. ഓക്കെ, അപ്പൊ ഈ വൈൽ കമ്പയർ N ആൻഡ് Q നോക്കിയാൽ N-ന്റെ അകത്ത് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പും
ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പേ ഉള്ളൂ. ഓക്കെ. ഇതിനകത്താണെങ്കിൽ ഒരു ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ട്, നോ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. ഉറപ്പായിട്ടും ഈ ഒരു കോംപ്ലക്സിനകത്ത് ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ഇതിന്റെ അസിഡിറ്റി ഇവൻ എന്തായാലും കുറയ്ക്കുമെന്ന് നമുക്ക് ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇതിനകത്ത് ശല്യമൊന്നുമില്ല. എന്താ ശരിയാ, എനിക്ക് ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പേ ഉള്ളൂ, ഒരു ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്. പക്ഷേ എന്നെ ശല്യം ചെയ്യാൻ എന്തായാലും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഒന്നുമില്ല. ഞാൻ ഒറ്റ മോനെ, സ്വത്തെല്ലാം എനിക്ക് കിട്ടും എന്ന് പറയുന്നുണ്ട്. എന്നിനകത്താണ് അസിഡിറ്റി ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്നാണ് ഈ ഒരു ഓർഡർ കറക്റ്റ് ആവുന്നുള്ളൂ. പി ഗ്രേറ്റർ ദാൻ ക്യൂ, പി ഗ്രേറ്റർ ദാൻ എൻ ഗ്രേറ്റർ ദാൻ ക്യൂ ഗ്രേറ്റർ ദാൻ എം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഏതാ ഇതിനകത്ത്? എ ആ ഓപ്ഷനാണ് നമുക്ക് എളുപ്പം ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്താലോ മക്കളെ, അല്ലേ? അപ്പൊ ഇനി നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് ജമ്പ് ചെയ്ത് പോവാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. ഈ ചോദ്യത്തിനെ അങ്ങനെ കാണുക. ഇതൊരു നമ്മുടെ ഹലോ ആൽക്കിൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് വരുന്ന ഒരു ചോദ്യം അല്ലേ? അല്ലേ? ഓക്കെ. നമുക്ക് ഇതാണ് ഡയസോണിയം ക്ലോറൈഡ് ആണല്ലോ, ഡയസോണിയം ക്ലോറൈഡ് ആണ്. അപ്പോൾ N2Cl എന്താണ്, N2Cl H3PO2 H2O നമ്മൾ എച്ച് സോൾവെന്റിന്റെ വാട്ടർ സോൾവെന്റ് ആക്കിയിട്ട് H3PO2 ഡൈസോണിയം ക്ലോറൈഡ് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബെൻസിൻ കിട്ടും ഡയറക്റ്റ്. ഞാൻ ഒന്ന് കൂടുതൽ പറഞ്ഞു, നിന്റെ മെക്കാനിസം കാര്യങ്ങളും ഒന്നും പഠിക്കണ്ട. നിങ്ങളൊരു എന്താണ് ഒരു എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള മെക്കാനിസവും ഇപ്പം നിങ്ങൾക്ക് ആവശ്യമില്ല. മെക്കാനിസം അറിഞ്ഞു വെച്ചാൽ വളരെ നല്ലതാണ് എന്നുള്ളൊരു വളരെ പച്ചയായ ഒരു സത്യമാണ്. പക്ഷെ നിങ്ങൾക്ക് ഇതൊക്കെ ഡയറക്റ്റ് NCERT തന്നിരിക്കുന്ന ഇക്വേഷൻസ് ആണ്. ഇതിനകത്ത് നിങ്ങളിത് വളരെ ഇതിൻ്റെ മെക്കാനിസത്തിലേക്കും കാര്യങ്ങളിലേക്കും ഒന്നും ഞാൻ പോകുന്നില്ല. ഇതിനെ COHCl അൺഹൈഡ്രസ് അൺഹൈഡ്രസ് AlCl3യുടെ ഇതിലിത് ചെയ്യുമ്പോൾ എന്താണ്, ഇത് ബെൻസാൽഡിഹൈഡ് ഉണ്ടാക്കും. എന്ന് നിങ്ങൾക്കറിയാലോ. ഇതും ഡയറക്റ്റ് NCERT ഇക്വേഷൻ ആണ്, ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിനകത്തൊക്കെ ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ പറയാൻ പോകേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ. ഇനി ഇത് നമുക്ക് ഇവിടെ എന്നെന്ന് പറയുന്ന ഒരു സാധനം കിട്ടി, എന്നെന്ന് പറയുന്ന ഒരു സാധനം മക്കളെ. ഇതിന്റെ ഓപ്ഷൻസ് ഇവിടെ ആണ്, അടുത്ത സ്ലൈഡിൽ ഇതിന്റെ ഓപ്ഷൻസ് നോക്കാതെ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ട് ഓക്കെ. അപ്പൊ ഇത് വളരെ ഡയറക്റ്റ് ഒരു സാധനമായിട്ട് നമ്മൾ ഇത് എഴുതി ഇവിടെ കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ ഒരു പാത്വേക്ക് ഒരു കൃത്യ വളരെ സിമ്പിൾ. ഇത് NCERT, ഞാൻ ആദ്യത്തെ NCERT ഒന്നും രണ്ടാമത്തെ NCERT അല്ല പറയുന്നത്. ഇതിനകത്ത് ഒരു ട്രിക്കി ആയിട്ട് ഒരു കാര്യം പറഞ്ഞാൽ SnCl2 HCl വാട്ടർ മീഡിയത്തിൽ ഉപയോഗിക്കും. ഇത് രണ്ടും ശരിക്കും നമുക്ക് NCERT തന്നേക്കുന്ന ഈ ഒരു രീതിയാണ്. ഇതിനെ അവർ സ്പ്ലിറ്റ് ആക്കി ഇങ്ങനെ ഇതൊരു വളരെ ട്രിക്കി ആയിട്ട് തന്ന സെയിം സാധനമാണ്. നിങ്ങൾ ഒന്ന് എന്താ പറയുക, അങ്ങനെയും കൂടെ നിങ്ങൾ ഒരു കാര്യം പഠിച്ചു വെച്ചിട്ട് നമ്മൾ ഒരു തിരിച്ചു മറ്റേ പുസ്തക ഹോട്ടലിൽ എന്താ പറയുക, തിരിച്ചാലോചിച്ച് നോക്ക് ഫൈസി, നിങ്ങളതിന് തിരിച്ചാലോചിച്ച് നോക്ക് ഫൈസി. H3O+ ഇതിൻ്റെ അടിയിൽ വന്നാൽ നിങ്ങൾക്ക് ഇറിറ്റേഷൻ അറിയാം. അതേ നല്ലതാണ് മക്കളെ. ഇവിടെ PUQ ഒന്ന് കൊടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ CNA നമ്മുടെ CNA HSnCl2 HCl H3O+ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ മെൻസാൽഡിയുടെ തന്നെയല്ലേ കിട്ടുന്നത്. രണ്ടിൻ്റെയും പ്രോഡക്റ്റ് ഒന്നല്ലേ. രണ്ടിൻ്റെയും പ്രോഡക്റ്റ് ഉള്ള ഓപ്ഷൻ ഏതാ? ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അത് ഓപ്ഷൻ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നോക്കി, ഇതിനകത്ത് മെൻസാൽഡിയുടെ നമുക്ക് ആദ്യം കിട്ടും. അപ്പം നമുക്ക് ഈ രണ്ടാമത്തെ പാർട്ടിയുടെ ഉത്തരം നമുക്ക് അറിയത്തില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഒറ്റ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് മാർക്ക് ചെയ്തിട്ട് പോകും. പക്ഷേ ഞാൻ ഇതിൻ്റെ ആ ഒരു പാർട്ടിയാണ് പറഞ്ഞത്. ഇത് ഒരു നെയിംഡ് റിയാക്ഷനും കൂടാണ്. ഇതൊരു നെയിംഡ് റിയാക്ഷനും കൂടാണ്. സ്റ്റീഫനെ ഇപ്പൊ ഈ ഒരു സമയത്തൊക്കെ എല്ലാവർക്കും അറിയാമെന്നല്ലേ. സ്റ്റീഫൻ നെടുപ്പള്ളി, ലൂസിഫർ മാർക്കറ്റിംഗ് ഉണ്ടല്ലോ കേട്ടോ, ലൂസിഫറിന്റെ പ്രൊമോഷൻ ഒന്നല്ല ഞാൻ പറഞ്ഞു. ഓക്കെ. അപ്പൊ ഇതാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞു. ഇനിയും നമുക്ക് ഇതിന്റെ ഒന്നും മെക്കാനിസം വേണ്ട. നമ്മളെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് NCERT ചോദ്യങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ. ഡയസോണിയം ക്ലോറൈഡിനെ H3PO2 H2O വെച്ച് ഭാഗത്തിന്റെ സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഇവിടെ ആദ്യം ഒരു ബെൻസീൻ കിട്ടുന്നു. ആ ബെൻസീനകത്തെ COHCl അൺഹൈഡ്രസ് AlCl3യുടെ പ്രസൻസിൽ ഇപ്പോൾ ബെൻസാൽഡിഹൈഡ് കിട്ടുന്നു. ഇവിടെ ഒരു ട്രിക്ക് നിങ്ങൾ സൂക്ഷിച്ചോ. ഈ ഒരു ട്രിക്കിന്റെ ബേസിലാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അല്ലാതെ ഈ ക്വസ്റ്റ്യൻ വെറും എന്താ പറയുക മറ്റേ ബ്രദർ എന്ന് പറയുന്ന ഒരു ചോദ്യമാണ്. H3+ ഇവിടെ ഇട്ടാൽ നമുക്കറിയാം ആണ്. ഇങ്ങനെ ഈ ഓപ്ഷനിലേക്ക് അപ്ലൈ. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇത്
ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ വൺ ഓഫ് ദ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. എന്ന് പറഞ്ഞാൽ ഇതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിനെ നമ്മളൊരു പ്രത്യേക രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇതൊരു വളരെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യമാണ്. ഞാൻ സമ്മതിച്ചു തരാം. പക്ഷേ ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാ യഥാർത്ഥ എന്താ നമ്മുടെ അറക്കില ബുക്ക് പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള പ്രശ്നം വരുമ്പോഴല്ലേ യഥാർത്ഥ നായകന്മാർ വന്നു വരുന്നത്. അപ്പോൾ നിങ്ങൾ യഥാർത്ഥ നായകന്മാരാണ് തെളിയിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രോഡക്റ്റ് ആണ് ഇവർ തന്നേക്കുന്നത്. ഇതിന്റെ പ്രോഡക്റ്റ് ആണ് ഇവിടെ വന്നത്. പ്രോഡക്റ്റ് ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് പോകണം. അതൊരു ഇച്ചിരി ഡൽനേറുള്ള പണിയാണ്. എന്ന് പറഞ്ഞാൽ റെട്രോസിന്തസിസ് എന്ന് പറയും. ഞങ്ങളൊക്കെ ഇപ്പോൾ പഠിക്കുന്ന ഒരു സാധനം. അതിന്റെ വളരെ ഹൈ ലെവലാണ്. ഞങ്ങൾ പഠിക്കുന്നൊന്നുമല്ല, നിങ്ങൾ പഠിച്ചത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിനും പഠിച്ചേക്കുന്നതിന് ഒരു കുറച്ച് മോഡിഫൈ ചെയ്ത് പഠിക്കുന്നുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഉത്തരത്തിലേക്ക് വരാം. ഉത്തരത്തിലേക്ക് വന്നാൽ നമുക്ക് കൂടുതൽ സംസാരിക്കാം അല്ലേ. അതിന് ഉത്തരത്തിലേക്ക് അങ്ങനെയുള്ള കോംപ്ലക്സ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇതിന്റെ പുറകിലോട്ട് നോക്കുമ്പോൾ ഇതിനകത്ത് ഡയലൂട്ട് NaOH ഹീറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ഇസഡ് ഇതിനു മുന്നേ ഈ വൈയും ഇസഡും രണ്ട് കോംപ്ലക്സ് നോക്കി. ഇതിന് മുന്നേ ഒരു ഇന്റർമീഡിയറ്റ് ഫോം ഉണ്ടായിട്ട് ഡയലൂട്ട് NaOH എടുക്കുമ്പോഴാണ് നമുക്ക് ഈ സാധനം കിട്ടുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇതിന് മുന്നേ ഉള്ള ഒരു കാര്യം എന്തായാലും ഒരു ആൽക്കഹോളാണെന്ന് മനസ്സിലാക്കാം. എന്തായാലും ഒരു ആൽക്കഹോളാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതിന് മുന്നുള്ള ഒരു സാധനം നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ നെയിം OH സ്റ്റെപ്പ് OCH എഴുതുക. ഇവിടെ നിങ്ങൾ H എന്ന് എഴുതിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത വൈയു ഇസഡ് കിട്ടും. ഇതിനെ നമ്മൾ രണ്ടായിട്ട് മുറിച്ച് ഒരു പ്രത്യേക രീതിയിൽ മുറിച്ച എന്നിട്ട് ഇതിനകത്ത് വൈയു ഇസഡ്. ആ പ്രത്യേക രീതിയിൽ മുറിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പൊ സാറിന് ഇത് വ്യക്തമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ സാറിന് ഇത് വ്യക്തമായിട്ട് എങ്ങനെയാണ് എവിടെ വെച്ചാണ് മുറിക്കുന്നത് നിങ്ങൾക്കും ഇത് മനസ്സിലാക്കും. ഇതേപോലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇനിയിപ്പോൾ ഒരു സീരിയസ് ആയിട്ട് ഇത് കൊണ്ടുവന്നുകൊണ്ട് ഈ വർഷത്തെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് അടുത്ത വർഷത്തെ അതിന്റെ മുന്നത്തെ വർഷത്തെ ഒക്കെ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോഴും ഇതേപോലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ നിങ്ങളെല്ലാം നമ്മുടെ 12 മോക്കും അറ്റൻഡ് ചെയ്ത് ഇതുപോലുള്ള ചോദ്യങ്ങൾ അതിനകത്ത് കാണാം. അങ്ങനെ നിങ്ങൾ ചെയ്തു വരുമ്പോഴും ഈ ഒരു രീതി മനസ്സിലാവും. അപ്പൊ ഈ സാറ് ഇപ്പൊ ഈ ക്വസ്റ്റ്യനകത്ത് അപ്ലൈ ചെയ്യുന്ന രീതി നിങ്ങൾ പഠിച്ചു നോക്കുക. ആ രീതി വെച്ച് വേറെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാവും. അപ്പോൾ ഇതിനെ ഞാൻ ഇസഡുമായിട്ട് ഈ ഒരു കോംപ്ലക്സിനെ മുറിക്കും. ഞാനൊരു പ്രത്യേക പോയിന്റ് അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു സിമട്രി എന്ന് പറയുന്ന അപ്പോൾ ഒരു പോയിന്റ് സിമട്രി തന്നെ രണ്ട് സൈഡ് ഈക്വൽ ഒന്നും കേട്ടോ വളരെ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഉള്ള ഒരു രീതിക്ക് പറഞ്ഞു. ഈ ഒരു പോയിന്റ് വെച്ച് മുറിച്ചിട്ട് എനിക്ക് ഇവനെ ഇങ്ങനെ എഴുതാം. എനിക്ക് ഇവനെ PH ഡബിൾ ബോണ്ട് OCH എന്ന് അതേപോലെ തന്നെ ഇവന് ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു പോയിന്റ് വെച്ചിട്ട് ഞാൻ ഇവനെ രണ്ടായിട്ട് മുറിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ രണ്ട് രീതിക്ക് വൈയും ഇസഡും എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ് നമ്മൾ നോക്കുമ്പോൾ അയ്യോ നമുക്ക് ഇസഡ് എഴുതാൻ രീതിയിൽ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മൾ ചെയ്തത് റൈറ്റ് വേ എന്ന് നമുക്ക് മനസ്സിലായി. നമ്മളൊരു നല്ല കറക്റ്റ് വേയിലാണ് ഓപ്ഷൻ നമുക്ക് തോന്നുന്നുണ്ട്. നമുക്ക് തോന്നുന്നുണ്ട് ഒരു കറക്റ്റ് വേയിലാണ് എത്തിയെന്ന് മനസ്സിലായി. രാമ കഥ തീർന്നിട്ടില്ല. നമ്മൾ തീർന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു കോംപ്ലക്സ് നമ്മൾ ഇവിടെ വരെ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. നമ്മൾ ഇവിടെ വരെ എത്തിയെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ ഇനി ഇവിടെ വരെ എത്തിയതോടെ ഇനി നമ്മൾ പുറകിലോട്ട് പോകും. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇസഡ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇസഡ് നമ്മൾ ഉറപ്പിക്കുകയാണ്. ഇസഡ് നമ്മൾ ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ PHCHO എന്ന് പറയുന്ന രീതിയിൽ ഇതാണ് നമ്മുടെ ഇസഡ് എന്ന് ഉറപ്പിച്ചത്. നമ്മൾ ഇതിനകത്തൊരു കളി കളിക്കാം. ഇതിൻ്റെ അകത്ത് ഇതിനെ നമ്മൾ ലെഫ്റ്റ് നമ്മളൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡായിട്ടൊന്നും കണ്ടില്ല. നമുക്ക് ഈ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഇസഡ് PHCHO ആയിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ഇതിനെ ഇസഡ് എന്ന ഒരു രീതിയിൽ ഫിക്സ് ചെയ്തുകൊണ്ട് ഇതിനെ Y എന്ന രീതി ഫിക്സ് ചെയ്യുന്നത് ഇത് വെച്ചിട്ട് കളി കളിക്കാൻ പോവാം. അപ്പൊ ഈ ഒരു ഓപ്ഷന് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഒരു മോശം ഒരു ട്രിപ്പിൾ ബോണ്ട് ആയിട്ടുള്ള ഒരു സാധനത്തിനകത്ത്
ട്രിപ്പിൾ ബോണ്ട് ആയിട്ടുള്ള ഒരു സാധനത്തിനകത്ത് ഒരു വാട്ടർ ട്രിപ്പിൾ ബോണ്ട് എന്നൊന്നും നിങ്ങൾ വിചാരിക്കും വാട്ടർ അഡീഷൻ ആണ് HgSO4 ഡയലൂട്ട് H2SO4ന്റെ വാം മീഡിയത്തിൽ വെച്ച് നടക്കുമ്പോൾ ഒരു എന്താണ് ഒബ്വിയസ്ലി അതൊരു വാട്ടർ അഡീഷൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വാട്ടർ അഡീഷൻ നിങ്ങൾക്ക് ഇവിടെ രണ്ടൊരു ഓപ്ഷൻസ് ഉണ്ട്. രണ്ടൊരു ഓപ്ഷൻസിൽ നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ ഇതിനകത്തൊരു വാട്ടർ അഡീഷൻ ചെയ്ത് നോക്കുവാണെങ്കിൽ CH3C ട്രിപ്പിൾ ബോണ്ട് H ബോണ്ട് പിന്നെ നമ്മൾ വാട്ടർ അഡീഷൻ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടും CH3COH ഡബിൾ ബോണ്ട് CH ഇതിനെ നമ്മൾ കീറ്റോ ഈനോൾ ടോട്ടോമറിസം ചെയ്താൽ ഇതിനെ നമ്മൾക്ക് കീറ്റോ ഈനോൾ ടോട്ടോമറിസം ചെയ്താൽ ഇതും ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ സാധനമാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം. ഇത് ഹാലോ ആൽക്കീൻസ് എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട് സാധനം. ഹാലോ ആൽക്കീൻസ് എന്നൊക്കെ ചോദിക്കാവുന്നൊരു ചോദ്യം നമ്മൾ പക്ഷേ ഈ കീറ്റോ ആണോ ടോട്ടോമറിസം പഠിച്ചാൽ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി അത് വളരെ കോറായിട്ടുള്ള സാധനം. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യില്ല. അത് ഞാൻ ഈ ഒന്നുകൂടെ റിപ്പീറ്റ് ആയിട്ട് പറയാം. അത്ര ഇമ്പോർട്ടൻ്റ് കൂടെ ആയിട്ട് കീറ്റോമറിസം ടോട്ടോമറിസം ചെയ്താൽ ഇതിനെ ഇങ്ങനെയായിട്ട് കിട്ടത്തില്ല. CH3 എന്ന് പറഞ്ഞ രീതിയിലേക്ക് കിട്ടും. അതല്ല ഇത്. അപ്പം നമുക്ക് നമ്മൾ വന്ന വഴി കറക്റ്റാണ്. വഴി നമ്മളെ ഇസഡിനെ നമ്മൾ ഫിക്സ് ചെയ്ത് എടുത്തതും കറക്റ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ പിക്ക് ചെയ്യാനും ഓപ്ഷനെ പിക്ക് ചെയ്യാൻ നമുക്ക് പോകാമല്ലോ. അപ്പം ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊരു ഇച്ചിരി പാടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇതുപോലുള്ള ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്താൽ ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരും. കാരണം ഇതൊരു ഇച്ചിരി പാടായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വലിയ റിട്രോസിന്തസിസ് എന്ന് പറയുന്നത് റിട്രോസിന്തസിസ് എന്ന പ്രോഡക്റ്റ് നിന്ന് റിയാക്ട് ചെയ്യുന്നത് ഇതൊരു ഇച്ചിരി പാടുള്ള കാര്യം ഞാൻ സാറ് സമ്മതിച്ചു. പക്ഷേ ഇങ്ങനെ ഒരു ഇച്ചിരി പാടുള്ളതുകൊണ്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഇട്ടേച്ച് പോലെ ചെയ്യേണ്ടത്. ഇത് വളരെ സൂപ്പറായിട്ട് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഇത് അങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ചെയ്ത ഒരു 40% കിട്ടും. പക്ഷേ നിങ്ങൾ ഇതേപോലുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മുടെ മോക്ക് ടെസ്റ്റിൽ അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുമ്പോൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു ആ പോകുന്നൊരു വഴി ട്രാക്ക് ചെയ്ത് തരാൻ പറ്റും. ആ ഒരു വഴി നിങ്ങൾക്ക് തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഒരു തിയറി മനസ്സിലായിട്ടുണ്ടല്ലോ. നമ്മൾ പിന്നെ ഓപ്ഷൻസ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഭയങ്കര ക്രൂഷ്യൽ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് എത്താൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ മക്കളെ നമുക്ക് അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. 10ാമത്തെ ക്വസ്റ്റ്യന് ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ ടൈം സേവിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബയോമോളിക്യൂൾസ് അതുപോലെ ബയോമോളിക്യൂൾസ് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ബയോമോളിക്യൂൾസ് അതേപോലെ തന്നെ പോളിമേഴ്സ് എൻവയോൺമെന്റൽ ഇൻ ഓർഗാനിക് കെമിസ്ട്രി ഇങ്ങനെയുള്ള ചാപ്റ്റർ എന്നൊക്കെ വളരെ ടൈം സേവിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും. എന്ന് പറഞ്ഞാൽ ഈ ചോദ്യം ചെയ്യാൻ നമുക്ക് ഒരു തരത്തിലുള്ള പേനയുടെ ആവശ്യമില്ല. ഇതും പേന ഇട്ടിരിക്കുന്നത് ടെക്നോളജി എന്നുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് ഒരു തരത്തിലുള്ള എന്താണ് നമുക്ക് പേനയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. കാരണം ഒരു രീതിയിലുള്ള സാധനങ്ങളും വേണ്ട. ഇതൊക്കെ റിയലി ടൈം സേവിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പൊതുവെ എനിക്കറിയാം ഇങ്ങനെയുള്ളൊരു തിയററ്റിക്കലി കോൺസെപ്റ്റ് ആയിട്ട് മാത്രമുള്ള ഒരു പാഠങ്ങൾ പഠിക്കാൻ കുട്ടികൾക്ക് ഒരു ഒരു അലസമായിട്ടുള്ള ഒരു മനോഭാവമുണ്ട്. അത് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഇത് പഠിക്കണം. കാരണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ട് റിയലി ടൈം സേവിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പാഠങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കും. ഈ ഒരു ചോദ്യത്തിലേക്ക് ഇങ്ങനെ 2 സ്ട്രക്ചർ ഇത് ഉറപ്പായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലേക്ക് കയറ്റുന്നതാണ് സേഫ്. ഇനി കയറ്റാനുള്ള കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അങ്ങനെയുള്ളവർ ഇല്ല. ഞാൻ പറഞ്ഞത് ഇതും വളരെ ഇതായിട്ടുള്ള ഒന്നുമല്ല. പക്ഷേ ഒരു എളുപ്പമേ വാട്ട് കറക്റ്റ് സ്ട്രക്ചേഴ്സ് നമ്മൾ ഒന്നാം ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഗ്ലൂക്കോപാർഗോസോ ഫ്രക്ടോപാർഗോസിൻ്റെ കാര്യമാണ് പറയുന്നത്. വേറൊരു കോംപ്ലക്സിനെ കുറിച്ച് പറയാതുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും ഒരു രീതിയാണ്. അതിൻ്റെ രണ്ടിൽ ഏതെങ്കിലും സ്ട്രക്ചറാണ് വരുന്നതെന്ന് നോക്കുക. ആദ്യം നോക്കുമ്പോൾ ഗ്ലൂക്കോപൈറനസ് ഗ്ലൂക്കോപൈറനോസ് നമുക്കറിയാം 6 മെംബ്രെയിൻ്റെ റിംഗ് 5 മെംബ്രെയിന് ഫ്രക്ടോഫ്യൂറിനാസ്മിയർ. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് ഈ ഗ്ലൂക്കോപൈറനോസ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി അല്ലെന്ന് നമുക്ക് കൺക്ലൂഷനിലേക്ക് എത്താം. ഇനി നമ്മുടെ ആൻസറിന് വേണ്ടിയുള്ള ദിനയിൽ 3 ഓപ്ഷനുകൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ചോദ്യങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് മനസ്സിലാവും ഈ ഉണ്ടല്ലോ ഇതൊരു ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് ആണ്. കാരണം ഒരു റിങ്ങിൻ്റെ അകത്ത് ഓക്സിജന് നൈട്രജന് ഓക്സിജന് നൈട്രജന് അതുപോലെ തന്നെ സൾഫർ സെലീനി ഇങ്ങനെയുള്ളവർ വരുന്നതിന് അങ്ങനെയുള്ള കോംപ്ലക്സിനാണ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. മെഡിസിനിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സാധനമാണ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ്. അപ്പോൾ ഈ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് ആയിട്ടുള്ള ഈ 2 കോംപ്ലക്സിനകത്തെ അതിനകത്തെ ഹെട്രോസൈക്ലിക് ആറ്റമായ ഓക്സിജന് അറ്റാച്ച്ഡ് ആയി വരുന്ന കാർബണിലെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് താഴെയാണെങ്കിൽ അവനെ നമുക്ക് ആൽഫ എന്ന് വിളിക്കാം. അതേപോലെ തന്നെ ഇതിനകത്ത് അറ്റാച്ച് ആയിട്ടുള്ള കാർബണിനകത്ത് OH പൊസിഷൻ മേളിലാണ്. ഇവിടെ അല്ല. കാരണം ഇവിടെ കാർബണാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാർബണിനകത്ത്
കാർബൺ തന്നെ ഹൈഡ്രോക്സൈഡ് ഗ്രൂപ്പ് മേളിലോ ഇവിടെ താഴെയോ ഇതിനെ ബീറ്റ എന്ന് വിളിക്കാം. അങ്ങനെയുള്ള ഒരു കൺക്ലൂഷൻ നമുക്ക് ഓപ്ഷൻ എ മാർക്ക് ചെയ്യാലോ. പിന്നെ ഇത് വളരെ ലിമിറ്റഡ് ആണ് മക്കളെ. ഇതൊന്നും ഇത് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റി. വേറൊരു ക്വസ്റ്റ്യൻ ഇതേപോലെ വന്നാൽ അപ്ലൈ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ ഇത് സ്ട്രക്ചറുകൾ സേഫായിട്ട് പഠിച്ചു വെക്കുന്നതാണ് എളുപ്പം. ഇങ്ങനെയുള്ള പാഠങ്ങൾ നിങ്ങൾ യാതൊരു വിധ കാരണവശാലും സ്കിപ്പ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനകത്തെ കൺസിഡർ ആൻ എക്സോതെർമിക് റിയാക്ഷൻ. എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഡെൽറ്റ എച്ച് ഇസിക്കൽ ടു മൈനസ് നെഗറ്റീവ് ആണെന്ന് മനസ്സിലായത്. ഓക്കെ, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് അബൌട്ട് ദ റിയാക്ഷൻ. ഇങ്ങനെ റിയാക്ഷൻ ആണ് വന്നേക്കുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ സ്പോണ്ടേനിയറ്റിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഡെൽറ്റ എച്ച് ഞാൻ നെഗറ്റീവ് ആണ് എക്സോതെർമിക് റിയാക്ഷൻ കണ്ടപ്പോൾ എഴുതി. എനിക്ക് എന്തായാലും സ്പോണ്ടേനിയസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ എഴുതേണ്ട ഇക്വേഷൻ എന്താ? ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് അല്ലേ? ടി ഡെൽറ്റ എസ് അല്ലേ? ആണല്ലോ. അപ്പോൾ ഇതിനകത്ത് നോക്കുക, ഡെൽറ്റ ജി നെഗറ്റീവ് ആയാലാണ് സ്പോണ്ടേനിയസ് പ്രോസസ് ആകുമ്പോൾ സ്പോണ്ടേനിയസ് പ്രോസസ്. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിക്കോ, ഓപ്ഷൻസിനകത്ത് സ്പോണ്ടേനിയസിൻ്റെ കാര്യം കാണുന്നു. അപ്പോൾ ഇതിനകത്ത് ഉള്ളൊരു കാര്യം നമുക്ക് ഇതിനകത്ത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഡെൽറ്റ ജി ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്. എൻ്റെ ബേസിലാണുള്ളത് എക്സോതെർമിക് റിയാക്ഷൻ V1. ഓക്കെ, ഇനി അടുത്ത കാര്യം നിങ്ങൾ ചോദിച്ചു. നമുക്കറിയാം എൻട്രോപ്പി ഡെൽറ്റ എസ് എന്ന് പറയുന്നത് എൻട്രോപ്പി അല്ല, ഡെൽറ്റ എസ് എൻട്രോപ്പിയാണ്. ഡെൽറ്റ ജി ഗിബ്സ് ഫ്രീ എനർജി. അപ്പോൾ ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ മെഷർ ഓഫ് റാൻഡംനെസ്. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം നോക്കുമ്പോൾ സോളിഡ് ആയിട്ടുള്ള റിയാക്ടൻ്റ് ഗ്യാസ് 2 എണ്ണം CND ഗ്യാസ് ആയിട്ട് പോകും എന്ന് പറഞ്ഞാൽ റാൻഡംനെസ് കൂടി മക്കളെ, റാൻഡംനെസ് കൂടി. അപ്പം റാൻഡംനെസ് കൂടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രോപ്പി കൂടും. അതൊരു സ്പോണ്ടേനിയസിനെ ഫേവറബിൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇവിടുത്തെ ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ സോളിഡിന് ഗ്യാസിലേക്കുള്ള ഫോർമേഷൻ ഫ്രം A to C and D. അപ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലായി ഡെൽറ്റ എസ് ഇത് 2 സ്പോണ്ടേനിയറ്റിയെ ഫേവറബിൾ ചെയ്യുന്ന ഫാക്ടർ ആയതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും പറയാം ഇത് സ്പോണ്ടേനിയസ് അറ്റ് ഓൾ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്കാണ് വരുന്നത്. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ ഡെൽറ്റ എച്ച് നെഗറ്റീവായിട്ടാണ് നിൽക്കേണ്ടത്. ഡെൽറ്റ എച്ച് ഓൾറെഡി നെഗറ്റീവ് ആണ്, ഡെൽറ്റ എസ് പോസിറ്റീവ് ആണെന്ന് നോക്കുമ്പോൾ ഈ ഹോൾ ടൈം പോസിറ്റീവ് ആവും. പക്ഷേ ഈ നെഗറ്റീവിൻ്റെ ചാർജ് കാരണം വീണ്ടും പോകുന്നുണ്ട്. ഇതിൻ്റെ ഓവറോൾ നെഗറ്റിവിറ്റി, ഈ ഒരു ഫുൾ ടൈമിൻ്റെ ഓവറോൾ നെഗറ്റിവിറ്റി കൂട്ടി അതിനെ ഡെൽറ്റ എച്ച് നെഗറ്റീവായിട്ട് വന്നിട്ട് സ്പോണ്ടേനിയസ് അറ്റ് ഓൾ ടെമ്പറേച്ചർ എന്ന് വന്ന രീതിയിലേക്ക് മനസ്സിലാകും. ഓക്കെ, ഇനി നമുക്ക് എത്ര ചോദ്യമൊക്കെ ഉള്ളത്? ഇനി നമുക്ക് 4 ചോദ്യം കൂടാണ് ബാക്കി. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾ വളരെ വളരെ ട്രിക്കി ആയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു ചോദ്യം കൂടാണ്. ഈ ഒരു ചോദ്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ചോദ്യം കൂടാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോഴേ പിള്ളേർക്ക് ഒരു അയ്യോ ഇത്രയും വായിക്കണമല്ലോ. പക്ഷെ നമ്മൾ വായിക്കണം കേട്ടോ. നമ്മൾ വായിക്കാൻ മടി പിടിച്ചൊന്നും കാണില്ല, നമ്മൾ വായിക്കും, നമ്മൾ വായിച്ചേ പറ്റൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് വായിക്കുമ്പോൾ ദ മിനിമം എനർജി നീഡഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം എ മെറ്റൽ കറസ്പോണ്ട്സ് ടു എ വേവ് ലെങ്ത് ഓഫ് 500 നാനോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ളൊരു മിനിമം എനർജി എന്ന് പറഞ്ഞാൽ ആ എനർജി വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് എനർജി. അപ്പോൾ ആ എനർജി പ്രോസസ് ചെയ്യുന്ന വേവ് ലെങ്ത് 500 നാനോമീറ്റർ ആകുമ്പോൾ നമ്മൾ മനസ്സിലാവുന്നത് ഒരു ത്രെഷോൾഡ് വേവ് ലെങ്ത് ആണ് പറഞ്ഞിരിക്കുന്നത്. What is the total kinetic energy of all the photoelectrons ejected per second when the entire radiation from a 100-watt bulb with a wavelength of 300 nanometer falls on the surface of a metal? Okay, total kinetic energy of all the photoelectrons. Total kinetic energy of all the photoelectrons. ഇത് മനസ്സിലാക്കും. ഒരു ഇലക്ട്രോണിൻ്റെ കാര്യമുള്ള എല്ലാ ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെയും കാര്യം നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, കണ്ട് അങ്ങോട്ട് ചെയ്യില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആദ്യം എഴുതും. കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു H ന്യൂ ഇൻറ്റു ന്യൂ 0 എന്ന് എഴുതി വെക്കാലോ. അപ്പം നമുക്ക് ന്യൂ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇതിനെ ലാംഡയുടെ ടേംസിലേക്ക് മാറ്റുമ്പോൾ HC ഇസ് ഈക്വൽ ടു 1/λ മൈനസ് 1/λ0 എന്ന് എഴുതുക. ഇത് ഫോർ 1 ഇലക്ട്രോണിൻ്റെ കാര്യമാണ്. ഫോർ 1 ഇലക്ട്രോണിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഫോർ 1 എക്സ്ക്ലൂസീവ്ലി ഫോർ 1 ഇലക്ട്രോൺ. അപ്പോൾ ഇതങ്ങോട്ട് ചെയ്യുമ്പോൾ HC ഇൻറ്റു നമ്മൾ ലാംഡ എന്ന് പറഞ്ഞത് നമ്മൾ എടുക്കുന്നത് നിങ്ങൾക്ക് ലാംഡ എന്ന് പറഞ്ഞാൽ 300ഉം ലാംഡ 0 ത്രെഷോൾഡ് വേവ് ലെങ്ത് ആയിട്ട് നമ്മൾ എടുക്കുന്നത് 500 ആണ്. അപ്പോൾ നമ്മൾക്ക് ഇത് ചെയ്ത് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ
ചേരുമ്പോൾ ലാംഡ 0 മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ 0 എന്ന് പറയുമ്പോൾ ഇത് 200 ഇൻറ്റു നാനോമീറ്ററിൻ്റെ നാനോമീറ്ററിലെ നാനോമീറ്റർ 10⁻10 100 വജുപ്പ് 15 4 0 10⁻18 കാര്യങ്ങൾ എത്തുമല്ലോ തോറക്കല്ല മക്കളെ ഇത് ഇത്രയും ഈ ഇതിലെ കൺഫ്യൂഷൻ ഒന്നും ഇല്ല നിങ്ങൾക്ക്. അപ്പോൾ പറയുമ്പോൾ HC ഇൻറ്റു 200 ഇൻറ്റു 200 മൈനസ് ഇൻറ്റു ഇങ്ങനെ ഒരു രീതിയിലേക്ക് വരുമല്ലോ. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുണ്ട് ഇതിനകത്ത് തന്നേക്കുന്ന അടുത്തൊരു കാര്യമാണ് 100 വാട്ട് ബൾബ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. 100 വാട്ട് ബൾബ് എന്ന് പറഞ്ഞ് ഇതിനകത്ത് തന്നിട്ടുണ്ട് 100 വാട്ട് ബൾബ്. അപ്പോൾ 100 വാട്ട് എന്ന് പറഞ്ഞ് അതിനെ നിങ്ങൾ പറയും 100 ജൂൾ പെർ സെക്കൻഡ് എന്ന് എഴുതി 100 ജൂൾ പെർ സെക്കൻഡ് എഴുതാമല്ലോ. 100 ജൂൾ പെർ സെക്കൻഡ് വാട്ട് ജൂൾ പെർ സെക്കൻഡ് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമല്ലോ ഒരു സെക്കൻഡ് ഇത് 100 ജൂള്. 100 ജൂൾ എന്ന് പറയുമ്പോൾ എനർജി അല്ലേ, 100 ജൂൾ എന്ന് പറയുമ്പോൾ എനർജി. അപ്പോൾ ഇതിനകത്ത് ഫോട്ടോ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫോട്ടോൺസ് ആയിട്ട്. അപ്പം നമ്പർ ഓഫ് ഫോട്ടോൺസ് ഈ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ HC/λ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഈ ഒരു രീതി വെച്ച് ഈ NH2 വെച്ച് നമുക്ക് ചെയ്യാമല്ലോ. NH2 എന്ന് പറയുമ്പോൾ എന്ന് കണ്ടുപിടിക്കുന്ന നമുക്ക് ആ ഒരു രീതിക്ക് ചെയ്യാമല്ലോ. അപ്പോൾ HC/λ ഇവിടുത്തെ ലാംബ തന്നേക്കുന്നത് 300 നാനോമീറ്റർ അല്ലേ. അപ്പോൾ HC ഇൻറ്റു 300 ഇൻറ്റു 10⁻⁻9 ഇത് ഒരു വാട്ടിൻ്റെ കേസിലാണ്. ഇത് ഒരു വാട്ടിൻ്റെ കേസിലാണ് ഈ സാധനം പറഞ്ഞത്. ഒരു വാട്ട് ഉള്ളപ്പോൾ ഒരു ഫോട്ടോൺസിൻ്റെ കേസാണ്. സോറി, ഒരു വാട്ട് ഒരു ഫോട്ടോൺസ് ഉണ്ട്. ഒരു ഫോട്ടോൺ എന്ന് പറയുമ്പോൾ ഇത് ഒരു വാട്ട്. ഈ 100 വാട്ടിനകത്ത് എത്ര ഫോട്ടോൺസ് ഉണ്ടെന്ന് പറയുമ്പോൾ 100 ഫോട്ടോൺസ് ഉണ്ട്. നമ്മൾ 100 ഇൻറ്റു HC 100 അയ്യോ സോറി തെറ്റുപറ്റി. അപ്പോൾ ഒരു ഫോട്ടോൺസ് ഉള്ളപ്പോൾ നമുക്ക് എത്ര ഒരു ഫോട്ടോൺസിനുണ്ടാവുന്ന കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ആ എനർജിയുടെ കാര്യം നമ്മൾ ഇങ്ങനെ എഴുതി. അതുപോലെ ഇനി നമുക്ക് 100 വാട്ടിനകത്ത് എത്ര ടോട്ടൽ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ടാൽ നമുക്കത് എഴുതാനും തോന്നാം. 100 ഇൻറ്റു 300 ഇൻറ്റു 10⁻⁻9 ഡിവൈഡഡ് ബൈ HC എന്ന ഇതിലേക്ക് വരുമ്പോൾ നമ്പർ ഓഫ് ടോട്ടൽ ഫോട്ടോൺസ് എത്ര എന്ന് പറഞ്ഞാൽ അതിന് Y എന്നും കൂടെ നമുക്ക് എഴുതാം. നമ്പർ ഓഫ് ടോട്ടൽ ഫോട്ടോൺസ് Y അത് ഇത്ര 100 വാട്ടിന്. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 100 വാട്ട് എന്ന് പറഞ്ഞാൽ 100 ജൂൾ പെർ സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡ് എന്ന് പറയുമ്പോൾ 100 ജൂൾ എനർജി അത് ചെയ്യുന്നു. ഒരു ഫോട്ടോൺസിനകത്ത് ഇത് ചെയ്യുന്ന എനർജി നമ്മൾ HC/λ വെച്ച് ഇത് എനർജിയാണ്, കൈനറ്റിക് എനർജിയാണ്. ആ കൈനറ്റിക് എനർജി നമ്മൾ തിരിച്ച് ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് 100 വാട്ട് രൂപ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് വന്ന ഫോട്ടോൺസിൻ്റെ വാല്യൂ Y എന്ന് പറയുന്ന സാധനം ഇല്ലാതെ കിട്ടി. ഇനി ഈ Y ഈ ടേമിലേക്ക് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ 1 ഈ Y ഈ ഇക്വേഷൻ 1ലേക്ക് നമുക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ഓൾ ഫോട്ടോൺസ് കിട്ടത്തില്ലേ. ഓൾ ഫോട്ടോൺസ് കിട്ടത്തില്ലേ. ഞാൻ ഇതിനെ Y എന്ന് തന്നെ എഴുതിയിട്ട് HC ഇക്വേഷൻ 200 ഇൻറ്റു 10⁻⁻9 ഡിവൈഡഡ് ബൈ 15 40 ഇൻറ്റു 10⁻⁻. ഈ ഒരു സാധനം നിങ്ങളിങ്ങനെ പെട്ടിയിലാക്കി ഇട്ടിട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ കിട്ടുന്ന ആൻസറാണ് 50 ജൂളെന്ന് പറഞ്ഞ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ കിട്ടുന്ന ആൻസറാണ്. പിന്നെ ഈ ചോദ്യം പാടാം, ഞാൻ സമ്മതിച്ചായിരുന്നു പാടും. ഇങ്ങനെയുള്ള ചോദ്യം വളരെ സമയം നമുക്ക് കുറച്ചെടുക്കുന്ന ചോദ്യങ്ങൾ ഞാൻ സമ്മതിച്ചായിരുന്നു. സ്റ്റിൽ നമ്മൾ ബയോമോളിക്യൂൾസ് ഉണ്ട് ഈ ഒരു ചോദ്യം നമ്മൾ ടൈം സേവ് ഇതിനൊന്നും പേരെടുക്കേണ്ട കാര്യമില്ലേ. അതുപോലെ ഈ ഒരു സമയത്തിന് ടൈം സേവ് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ടൈം സേവ് ചെയ്തുകൊണ്ട് ഈ ഒരു മെഷീൻ നമുക്ക് ഉറപ്പായിട്ട് അറ്റംപ്റ്റ് ചെയ്ത് നമുക്ക് ഇത് ചെയ്യും. നമുക്ക് വിജയത്തിലേക്ക്. പക്ഷേ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇതിനകത്തൊരു ഡൗട്ട് ഉണ്ട്, ഇത് ഇച്ചിരി ലെങ്തി അല്ലേ എന്ന് ചോദിച്ചാൽ ബെറ്റർ എൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറയാൻ യു ക്യാൻ സ്കിപ്പ് ദ ടെസ്റ്റ്. കാരണം ഇതിനകത്ത് നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറഞ്ഞൊരു സാധനം ഇത്രയും ഒരു ഡെറിവേഷനിലൂടെ വന്നു കഴിഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എവിടെയെങ്കിലും തെറ്റു പറ്റിയാൽ നിങ്ങൾക്ക് പാളാം. കാരണം ഇതിനകത്തുള്ള ഒരു ഓപ്ഷൻസും ഇച്ചിരി ട്വിസ്റ്റിങ് 10⁻⁻19 ഉള്ളപ്പോൾ നിങ്ങൾ വിചാരിക്കുക യൂണിറ്റ് ബാക്കി ശരിയാണ് 40ൻ്റെ ഇരട്ടിയായിട്ടുള്ള ഒരു 80 ഇവിടെ കിട്ടുന്നുണ്ട്. ഇങ്ങനെയുള്ള ഓപ്ഷൻസും കൂടെ കാണുമായിരിക്കും. ഓപ്ഷൻസ് ഇത്തിരി ഇതാണ്. നിങ്ങൾക്ക് ഒരു സേഫസ്റ്റ് ഓപ്ഷനാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക്
സ്കിപ്പ് ചെയ്യാവുന്നൊരു സേഫസ്റ്റ് ഓപ്ഷനാണ്. ഞാൻ പറയും ഐഡിയലി അതൊരു നല്ല മെത്തേഡാണ് കൺഫ്യൂഷൻ. നിങ്ങൾ ഇതുപോലൊരു ക്വസ്റ്റ്യൻ വരെ നാളെ ഇവിടെ ഒരു 600 മീറ്ററോ ഇവിടെ ഒരു 400 മീറ്ററോ ഏ തന്നിട്ട് നിങ്ങൾ എഴുതില്ല, അത് എൻ്റെ പരാജയം. കാരണം ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരും. ഇതുപോലുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇനിയും ചോദിച്ചു തരും. പക്ഷെ ഇതിനകത്തുനിന്ന് ഇതേപോലുള്ള രീതിയിൽ കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ better I'm saying just skip the question for your own safety and don't losing our marks. That is very important for a competitive examinations like IIT. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് എനിക്ക് കൈൻഡിക്സ് മനസ്സിലായി. ഫോർ എ റിയാക്ഷൻ ആർ പി വിത്ത് എ റേറ്റ് കോൺസ്റ്റന്റ് 3 × 10⁻³ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്ലോട്ട് ഈസ് കറക്റ്റ്. ഓക്കെ, പ്ലോട്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെയ്യുമ്പോൾ നമുക്കൊരു റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് റേറ്റ് ഏത് ഓർഡർ റിയാക്ഷൻ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് റേറ്റ് കോൺസ്റ്റന്റിൻ്റെ ജനറൽ ഫോർമുല അറിയാം. n-1നെ 1 മൈനസിനെ വെച്ച് s⁻⁻1 ഇതാണ് ജനറൽ ഫോർമുല. നിങ്ങളിപ്പോൾ 100ാമത്തെ ഓർഡർ റിയാക്ഷൻ ആയിക്കോട്ടെ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിക്കോട്ടെ, 1000 ഓർഡർ റിയാക്ഷൻ ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം s⁻⁻1 ആയിരിക്കും ഇതിൻ്റെ കോൺസ്റ്റന്റ്. ഈ ഒരു 2 ടേമിൽ മാത്രമേ ഡിഫറൻസ് എത്തുള്ളൂ. s⁻⁻1 മാത്രമേ ഡിഫറൻസ് എത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഇവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലായി. എന്നിനെ 0 കൊടുക്കുമ്പോൾ മാത്രം ഇങ്ങനൊരു എന്താണ് ഒരു യൂണിറ്റിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഇതൊരു 0 ഓർഡർ റിയാക്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. 0 ഓർഡർ റിയാക്ഷൻ ആണെന്ന് മനസ്സിലായി. ഇതൊരു 0 ഓർഡർ റിയാക്ഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ ഫോർമുല R=R0 - T എന്ന് വരുന്നു. ഇത് y=mx+c എന്ന് പറയുന്ന ഫോർമുലയിലാണ് വരുന്നത്. അപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ആറും ടിയും കൂടെ കാണിച്ചിരിക്കുന്ന ഒരു റിലേഷൻ വളരെ ഇൻവേഴ്സലി ആയിട്ടുള്ള റിലേഷൻ ഒരു സ്ട്രൈറ്റ് ലൈനിൻ്റെ രീതിയിൽ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓപ്ഷൻ വേറെ ഗ്രാഫ് നോക്കുക. ഈ ഒരു ഗ്രാഫ് ഇത് ബി എ, ഇത് സി എ, ഇത് ഡി ആണ് ഇതിൻ്റെ ഓപ്ഷൻസ്. സി എ ഡി ആണ് ഇതിൻ്റെ ഓപ്ഷൻസ്. അപ്പോൾ നോക്കുമ്പോൾ ഇത് കറക്റ്റാണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷനിലാണ് കാണിച്ചേക്കുന്നത്. പക്ഷേ എന്താണ് ഇത് കാണിച്ചേക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ അല്ല. നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഫോമിലാണ് ഇത് വന്നിരിക്കുന്നത്. സ്ട്രെയിറ്റ് ലൈൻ അല്ല, അതൊന്നും നമുക്ക് ഈ ഓപ്ഷൻ കാണിക്കില്ല. ഇതും തെറ്റാണ്. ഇത് LN ആണ് കാണിച്ചത്. ഇതിലേക്ക് കൂടുതൽ പോകേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ ഓപ്ഷൻ എ ഉത്തരം തന്നെ കിട്ടി. ഇനി മക്കളെ വേറൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ കേൾക്കാം. ഇത് ഒരു രീതിയിലേക്ക് കിട്ടി. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിനകത്തല്ലോ ഓപ്ഷൻ എ ആണ് ഉത്തരം കേട്ടോ. അപ്പോൾ ഇനിയും 1 മുതൽ 11 വരെ നമ്മൾ ചെയ്തത് ഓപ്ഷൻ എ ആണിത്. ISAB എല്ലാ പോസ്റ്റിനിൽ, IITS എല്ലാ പോസ്റ്റിനും ഓപ്ഷൻ എ. എൻ്റെ എനിക്ക് ഒരു സ്പെസിഫിക് ആൻസർ കീഴിലെ ക്വസ്റ്റ്യൻസ് മാത്രം ഓപ്ഷൻ എ ആയിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 14 ദിവസത്തിൽ ചട്ടപ്പട്ടയിൽ വന്ന് വീണ്ടും ഒരു ഗ്രാഫിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഗ്രാഫൊക്കെ പിള്ളേർക്ക് കാണുമ്പോൾ ഒരു പേടിയാണ്. പക്ഷെ അങ്ങനെ ഒന്നും അറിയില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രോപ്പർലി വായിച്ചിട്ട് ക്വസ്റ്റ്യനെ പ്രോപ്പർലി ബ്രേക്ക് ഡൗൺ ചെയ്യും, മുറിക്കുക. അപ്പം നിങ്ങൾക്ക് ഐഡിയ. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്ലോട്ട്സ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് ദ വേരിയേഷൻ ഓഫ് ഓസ്മോട്ടിക് പ്രഷർ ഓഫ് എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് എഗെയിൻസ്റ്റ് വോളിയം. ഓക്കെ, അറ്റ് ഫിക്സഡ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്ത് ഇത്രയും വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വോളിയമാണ് y ആക്സിസിൽ വരുന്നത്. അപ്പോൾ എന്തായാലും വോളിയം ഇവിടെ വേരിയബിൾ ആണ്. പക്ഷേ അതിനകത്ത് ഇവർ പറയുന്നുണ്ട് ഫിക്സഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T ഫിക്സഡ് ആണ്. അതേപോലെ തന്നെ ഇവിടെ എമൗണ്ട് ഓഫ് സോല്യൂട്ട് ഫിക്സഡ് ആണെന്ന് പറയുന്നുണ്ട്. എന്നും ഫിക്സഡ് ആണ്, നമ്പർ ഓഫ് മോൾസും ഫിക്സഡ് ആണ്. അപ്പോൾ പൈയുടെ ടേംസിലാണ് നമുക്ക് ബി എ റിലേറ്റ് ചെയ്യുന്നത്. ഇവിടെ പൈ ആണ്, ഇവിടെ വി ആണ്. ഈ നിങ്ങൾക്ക് കാണാമെന്ന് എന്തായിരിക്കുന്നു പൈയും വിയും. അപ്പം പൈയുടെ ടേംസിലാണ് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. നമുക്ക് പൈയും ബിയും കൂടെയുള്ള ഇക്വേഷൻ നമുക്കറിയാം. പൈ = nRT. എന്നിനെ നമുക്ക് C/V/RT എന്ന് എടുക്കാം. C/V/RT എന്ന് എടുത്തിട്ട് പൈ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വി എന്ന് പറഞ്ഞെടുക്കാം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷന് നമുക്ക് വരുന്ന കാണാം. ഈ ഒരു ഓപ്ഷന് ഉത്തരമായിട്ട് വരുന്ന കാണാം. ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ എടുക്കുക. ഇത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ കാര്യമാണ്. ഇതെന്തായാലും അല്ല, ഇത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷനാണ്. പക്ഷേ ഇത് y=mx+c എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ്റെ കണ്ടീഷൻ ഇത് ചെയ്യാത്തുണ്ട്. ഇത് എന്താണ് ഈ 2 ഓപ്ഷൻസ് തമ്മിൽ കൺഫ്യൂഷൻ വരും. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കി, ഇത് 0യിൽ ഇൻഫിനിറ്റിയിൽ ആണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം ഇത് അതുപോലുള്ള റിലേഷനാണ്. ഈ എ ഓപ്ഷനാണ് കറക്റ്റ്. പക്ഷേ ഇത് 0യിൽ പോകുമ്പോൾ ഇത് ഇൻഫിനിറ്റിയിൽ, അത് ഇവിടെ എത്തുന്നു. പക്ഷേ ഇത് ഇൻഫിനിറ്റിയിലാണ്. അറ്റ് സീറോയിൽ ഇത് ഇൻഫിനിറ്റി പോകുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ റൈറ്റ് ചോയ്സ് എന്ന് പറയുന്ന ഓപ്ഷനെയാണ്. നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതൊരു പഴയ അപ്ഡേറ്റഡ് എന്നൊന്നും ഞാൻ പറയാം, പക്ഷെ ഒരു പഴയ കാല ചോദ്യമാണ്. പറഞ്ഞാൽ നമുക്ക് പഴയ കാല ഇലക്ട്രോ കെമിസ്ട്രിയിൽ തൊട്ടും തൊടാതെയും പറഞ്ഞു പോകുന്ന പ്രോപ്പറായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇലക്ട്രോ കെമിസ്ട്രി പൊതുവെ ഞാൻ കണ്ടിട്ട് പിള്ളേർക്ക് പഠിക്കാൻ എന്ന് പറഞ്ഞാൽ
ഒരു ഇച്ചിരി വീക്കായിട്ടിരിക്കുന്നവർക്ക് ഇതാണ് വളരെ മനോഹരമായിട്ടുള്ള ചാപ്റ്ററാണ്. ഇലക്ട്രോ കെമിസ്ട്രിക്കകത്തെ ഡിബൈ ഹബ്കൽ ഓൺ-സാഗർ ഇക്വേഷനാണ്. ഇത് ഓൺ-സാഗർ ഇക്വേഷനാണ് ഈ തന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങളോട് ഈ ഒരു റിലേഷൻ കൂടെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുക. ഡെൽറ്റ എം സി അറ്റ് ഡെൽറ്റ സീറോ ഡെവല്യൂഷനിലാകുമ്പോൾ ഇതിനെ ആൽഫ എന്നൊക്കെ പഠിക്കുമെന്ന് പറഞ്ഞ് ഈ ഇക്വേഷനെ കൂടെ നമ്മൾ ഓർത്തിക്കുക. ഡിബൈ ഹബ്കൽ ഓർ ഓൺ-സാഗർ ഇക്വേഷൻ എന്താണെന്ന് നമുക്കറിയാം. ലാംഡ എം സി എറ്റ് കോൺസെൻട്രേഷന് ലാംഡ ഇൻഫിനിറ്റി ലിമിറ്റുമുള്ള കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി സൊല്യൂട്ടിനെ ടെമ്പറേച്ചറിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പം ഇങ്ങനെ നമുക്ക് ഇതാണ് ഡിബൈ ഹബ്കൽ ഓൺ-സാഗർ ഇക്വേഷൻ. ഇതിനകത്തോട്ട് ഈ രണ്ട് സംഭവം രണ്ട് കോൺസെൻട്രേഷൻ വന്നുകൊണ്ട് അതായത് കോൺസെൻട്രേഷൻ അതിനനുസരിച്ചുള്ള മോളാർ കണ്ടക്ടിവിറ്റി എന്നുള്ളത് അതിനകത്തോട് ഡയറക്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തിട്ട് രണ്ട് ഇക്വേഷൻ ഉണ്ടാകുവാണേ എന്ന് പറഞ്ഞാൽ ഡിബൈക്കാൻ ഇതിപ്പോൾ കേസ് 1 കേസ് 2 എന്ന് കൊടുക്കുക. കേസ് 1 എന്ന് പറയുന്നത് കേസ് 1 ഇങ്ങനെ കേസ് 1 കോണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ 149.1 മൈനസ് പിന്നെ ലാംഡ എന്ന സി സിക്വൽ ടു എ റൂട്ട് 1 ഇൻറ്റു 10⁻⁻⁴. പിന്നെ ഇക്വേഷൻ 3 എഴുതിക്കുക. പിന്നെ ഇക്വേഷൻ 4 എന്ന് എഴുതിയിട്ട് മറ്റേ എടുക്കുക. നമ്മുടെ 147.1 മൈനസ് ലാംഡ എം യു സി ഇസ് ഈക്വൽ ടു എ റൂട്ട് 10⁻⁻⁴. ഈ രണ്ട് ഇക്വേഷനെ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന ടേം പറ്റുമ്പോൾ ഇതിന് വെട്ടിക്കളാർ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് ഇതിനൊന്നും അങ്ങനെ വെക്കാൻ പറ്റരുത്. അപ്പം ഇതിനെ നമുക്ക് ഇങ്ങനെ 149.1 ഡോട്ട് എം ഇസ് ഈക്വൽ ടു റൂട്ട് 1 ഇൻറ്റു 10⁻⁻⁴ മൈനസ് 4 അതുപോലെ തന്നെ 147.1 മൈനസ് റൂട്ട് 9 ഇൻറ്റു 10⁻⁻. ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് സ്ക്വയർ എടുത്തിട്ട് നിങ്ങൾ ഫൈനൽ സ്ക്വയർ എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡെൽറ്റ സീറോ എഡിൻ്റെ വാല്യൂ 150.1 അടുത്ത് കിട്ടും. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ഉത്തരം. ഡയറക്റ്റ് ഞാൻ കാൽക്കുലേഷൻ പാർട്ട് ചെയ്യുന്നതിന് നമുക്കൊക്കെ ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ചെയ്യാനുള്ളൂ. ഇങ്ങനെയുള്ള കാൽക്കുലേഷൻ പാർട്ട് വരുമ്പോൾ ഇപ്പം 33,920 എന്നൊക്കെ പറഞ്ഞ് 3.9 ഇൻറ്റു 10⁻³ എന്നുള്ള രീതിയിൽ 10ന്റെ പവറിലാക്കി ചെയ്യുന്നതായിരിക്കും വളരെ ഐഡിയൽ. എനിക്ക് അതായിരിക്കും ഇത് കുറച്ചുകൂടെ എളുപ്പമുള്ള കാര്യം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈ ഒരു നമ്മുടെ ഒരു 2024 ക്വസ്റ്റ്യൻ പേപ്പറിലെ ഡിസ്കഷൻ നമ്മൾ കഴിഞ്ഞേക്കുവാണ്. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താണ് നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് നമുക്കങ്ങോട്ട് എത്താൻ പറ്റില്ലല്ലോ. എടുത്ത് ഇന്ന് ഇപ്പോൾ സച്ചിനായിക്കോട്ടെ പോലെയായിട്ട് രോഹിത് ശർമ്മ ആരായാലും ഇന്ന് അമ്മമാർ കിടന്നത് നാളെ രാവിലെ എൻ്റെ ആടെ പോനെ പാടെ കളിക്കാൻ പോവാം എന്ന് പറഞ്ഞ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അവർ നെറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പോകുമ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്ന് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 2024 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളോട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലുള്ള മോഡൽ ഞാൻ ആദ്യം 12 മോക്ക് ടെസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് കയറിയാൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള മക്കളെ അടുത്തൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ PATയുടെ കാണുന്നവരെ നമുക്ക് ബൈ ബൈ.